ഇന്നത്തെ ദിവസം തിരുക്കരങ്ങളിലേക്ക് വിട്ടിരുന്നത് എന്നും എന്ന പോലെ ഞങ്ങൾ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ അനുകരിച്ച് അവിടുത്തെ സിദ്ധത്തിൽ വിധേയപ്പെടുത്തി സംരക്ഷിക്കുന്ന നന്ദി പറഞ്ഞു. സകല യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തന്നെ ആമേൻ. നന്ദി കർത്താവ് എന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ വീര്യപ്രവർത്തികൾക്കായി നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ വിശ്വാസത്തോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്യും. വലിയ പ്രവൃത്തികളാൽ സ്വർഗം നിറയ്ക്കുവാൻ ഇടയായിത്തീരും. ദൈവസന്നിധിയിൽ നന്ദിയോടെ സ്തുതിക്കാം, നന്ദിയോടെ വാഴ്ത്താം. നമുക്ക് ആ നിമിഷം ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരെല്ലാം വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശം ഇല്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായി ഞാൻ നന്ദി പറയുന്നു. നമുക്കൊരുമിച്ചിന്ന് പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. വൻ കാര്യങ്ങൾക്കായി നന്ദി പറയുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വാസാൽ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. വചനചിന്ത പറഞ്ഞാട്ടെ. അഭിഷേകത്തിന്റെ ഒഴുക്ക്, ദൈവിക അഭിഷേകം അഭിഷേകം ചെയ്യും. വാർദ്ധക്യത്തിലും ഫലം കാഴ്ചകൊണ്ടേയിരിക്കുന്ന അഭിഷേകം. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ടു അഭിഷേകത്തിൻ്റെ നിറവിനെ പറ്റി, അഭിഷേകത്തിൻ്റെ വളർച്ചയെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടു. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാവോ? വെള്ളിയാഴ്ച നമ്മൾ എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അറിയാവോ? ലീഡേഴ്സ് മീറ്റിംഗ് ലീഡേഴ്സ് മീറ്റിംഗ് അല്ല. യഥാർത്ഥത്തിൽ ലീഡേഴ്സ് മീറ്റിംഗ് അല്ല. ഇത് നമുക്ക് സുവിശേഷകർക്ക് വേണ്ടിയുള്ള, സുവിശേഷം നമ്മുടെ മേൽ നിർബന്ധം കിടക്കുന്നു. സുവിശേഷം ചെയ്യുവാനുള്ള, ഞാനത് ലീഡേഴ്സ് എന്ന് പറഞ്ഞു പോയി. ലീഡേഴ്സ് മീറ്റിംഗ് അല്ല. യഥാർത്ഥത്തിൽ സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. ലീഡർഷിപ്പിനുള്ളത് സെപ്പറേറ്റാണ്. കാര്യം ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദൈവികമായിട്ടുള്ളൊരു പ്രത്യേക അഭിഷേകമാണ്. കാരണം ദീർഘക്ഷമ, നമുക്കങ്ങനെയുള്ള കാര്യങ്ങൾ അത് കർത്താവ് ഒരുക്കിയെടുക്കുന്ന ഒരു അഭിഷേകമാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. വളരെ ക്ഷമ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കമാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ ദൈവപ്രവർത്തികൾ നമുക്ക് ചെയ്യും. കർത്താവ് നമ്മളെ ഒരുക്കും. അപ്പോൾ സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിൽ അയ്യോ കഷ്ടം. എവിടെയാണ് വാക്യം ആർക്കെങ്കിലും അറിയാവോ? നമ്മൾ ആദ്യം തുടങ്ങിയത് എവിടെയാണ്? ഓർമ്മയുണ്ടോ? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ എവിടെയാണ് ആ വാക്യം അറിയാവോ? 1 ആമേൻ. എത്ര പേരാ വചനം ഓർക്കുന്നുണ്ട്? ഉണ്ട് ബ്രദറെ. എത്രാമത്തെ വാക്യ? 1 കൊരിന്ത്യർ 9:16. ആമേൻ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഞാൻ പറഞ്ഞത് സുവിശേഷം നിങ്ങളുടെ എല്ലാവരുടെ മേൽ നിർബന്ധമായി കിടക്കും. നോക്കിക്കേ, സുവിശേഷം നമ്മുടെ എല്ലാവരുടെ മേൽ നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിൽ അയ്യോ കഷ്ടം. യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിൻ്റെ സുവിശേഷം ചെയ്യണം. ഓരോ വ്യക്തികളും സുവിശേഷം ചെയ്യണം. ഇനി നിങ്ങൾക്ക് കാലക്രമേണ പരിശുദ്ധാത്മാവ് നിങ്ങളൊരു ലീഡറാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ലീഡറിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവനെ ശ്രേഷ്ഠനെന്ന് എണ്ണണം. നമുക്കറിയാം പല കാര്യങ്ങളിലും ഈ പ്രത്യേകിച്ച് ലീഡർഷിപ്പിൻ്റെ അകത്ത് പലരെയും ആക്കി വെക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ദീർഘക്ഷമയുള്ള വ്യക്തിയായിരിക്കണം. ദീർഘക്ഷമയെന്ന് പറഞ്ഞാൽ ആ വ്യക്തി പരോപകാരിയായിരിക്കണം, ആ വ്യക്തി ക്ഷമാശീലനായിരിക്കണം. അങ്ങനെ ഒത്തിരി ക്വാളിറ്റികൾ ലീഡറിനുണ്ട്. വളരെ ക്ഷമ വേണം. ആമേൻ.
അപ്പോൾ നിങ്ങളെ ദൈവം പിൽക്കാലത്ത് ലീഡറാക്കി മാറ്റും. പക്ഷേ നമ്മളെല്ലാവരും സുവിശേഷകരാണ്. സുവിശേഷത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ഇനി എന്താണ് സുവിശേഷം? ഇന്ന് സുവിശേഷ വേലയുടെ നമുക്ക് 3-ാമത്തെ ക്ലാസ്സാണിത്. ദൈവാത്മാവ് നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുചേർന്നവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഓരോ വ്യക്തിയുടെ മേലും സുവിശേഷത്തിൻ്റെ ആത്മാവുണ്ട്. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കണ്ടോ, ആദ്യം തന്നെ ബൈബിൾ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കാകുന്ന ദൈവശക്തി ആകുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സുവിശേഷം അത് യഹൂദന് അപ്പോൾ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറയുമ്പോൾ തന്നെ ബൈബിൾ പറയുന്നു, വിശ്വസിക്കുന്ന ആദ്യം യഹൂദനിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. നോക്കിക്കേ, യഹൂദനിൽ നിന്നും ആരംഭിച്ച് അത് ജാതികളായ നമ്മൾ യഹൂദനൊഴികെ ബാക്കി എല്ലാവരെയും ബൈബിൾ ജാതികൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആമേൻ. അതുകൊണ്ടാണ് അങ്ങനെ ആ പദം അവിടെ വന്നിരിക്കുന്നത്. യവനിൽ നിന്നും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അപ്പോൾ നമ്മൾ ലോകത്തിൽ ഒരു വ്യക്തി സുവിശേഷം പറയുമ്പോൾ നിങ്ങൾ ലോകത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുവാണ്. ആമേൻ. നമുക്കറിയാം, ദൈവം മോശയെ തിരഞ്ഞെടുത്തു. മോശ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉള്ളൊരു വ്യക്തിയല്ല. ഒരു സൂപ്പർ പവർ ഉള്ളതായിട്ട് മോശയെ പറ്റി ബൈബിൾ പറയുന്നില്ല. മോശ ജനിച്ചപ്പോൾ തന്നെ ഒരു സൂപ്പർമാൻ ആയിരുന്നില്ല, ഒരു സാധാരണ കുഞ്ഞായിരുന്നു. എന്നാൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്നു, ഫറവോൻ്റെ പുത്രി വളർത്തി. അങ്ങനെ ഒത്തിരി ക്വാളിറ്റികളുണ്ടെന്നല്ലാതെ എക്സ്ട്രാ ഒരു പവറൊന്നും ഇല്ല. പക്ഷെ ദൈവം മിസ്രൈമിൽ നിന്നും ജനത്തെ വിടിവിക്കുവാൻ എന്ത് ചെയ്തു? മോശയ്ക്ക് തടിച്ച നാവുണ്ടായിരുന്നു. അതൊരു കുറവല്ലേ ശരിക്കും പറഞ്ഞാൽ? ആമേൻ. മോശയെ പോലുള്ളൊരു മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ, ഒരു ലീഡർക്ക് തടിച്ച നാവ് വന്നാൽ വിക്കുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളല്ലേ. നമുക്കറിയാം, വിക്കുള്ള ആളുകൾക്ക് പൊതുവേ ഒരു കാര്യം കൺവേ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് ഭയങ്കര പാടുള്ള കാര്യമല്ലേ. അപ്പോൾ അദ്ദേഹത്തെ പിടിച്ചൊരു ലീഡറാക്കിയാൽ എന്തൊരു പാടായിരിക്കും അല്ലേ. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? മോശയെ പോലെ ഒരാളെ ലീഡറാക്കി മാറ്റി വെച്ചു. എന്നിട്ട് എന്തിനാണെന്നറിയാവോ? ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പം ആ വ്യക്തിക്ക് സൂപ്പർ പവറുള്ള വ്യക്തിനെ അല്ല ദൈവത്തിന് ആവശ്യം. ബൈബിൾ പറയുന്നു, ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും, 1 കൊരിന്ത്യർ പറയുന്നു, ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കിക്കോണം, സുവിശേഷം പറയാൻ വേണ്ടി നിൽക്കുന്ന ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ദൈവത്തിന് ആവശ്യമില്ല, നിങ്ങളുടെ കഴിവ് ദൈവത്തിന് ആവശ്യമില്ല. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും, നോക്കി ജ്ഞാനിയെ ലജ്ജിപ്പാൻ ദൈവം ബുദ്ധിമാന്മാരല്ല തരുന്നത്. ജ്ഞാനിയെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു. ആമേൻ. എന്തിനാണെന്നറിയാവോ? നോക്കി, ഈ വാക്ക് കൊണ്ടോ 27-ാം വാക്യം 1 കൊരിന്ത്യർ 27-ന്റെ വാക്യമാണ്. അപ്പം നമുക്ക് കഴിവ് ദൈവത്തിന് ആവശ്യമില്ല. നോക്കിക്കേ, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. ഈ 2 വാക്യം നോക്കി, 27, 28 വാക്യം നോക്കി. അപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ക്വാളിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിങ്ങളെയും എന്നെയാണ് ദൈവത്തിന് ആവശ്യം. അപ്പം നോക്കിക്കേ, അപ്പോൾ ദൈവത്തിന് ആവശ്യം സൂപ്പർ പവർ ഉള്ളവരെയല്ല, ദൈവത്തിന് ആവശ്യം ലോകം തള്ളിക്കളഞ്ഞവരെയാണ്. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടെന്ന് നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. ആമേൻ. എന്നാൽ പലപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുവിശേഷം പറയണം. സുവിശേഷത്താലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. സുവിശേഷം അറിഞ്ഞതുകൊണ്ടാണ് നമുക്കിന്ന് ദൈവപ്രവൃത്തികളും ആ മനസ്സമാധാനമൊക്കെ നമുക്ക് ലഭിക്കാൻ കാരണം സുവിശേഷം അറിഞ്ഞ നിമിത്തമാണ്. അപ്പോൾ സുവിശേഷം ലോകത്തിൽ അറിയിക്കുവാൻ ആര് പോകും? നിങ്ങൾ പറ. സുവിശേഷം പൊതുവേ നമ്മുടെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ ബ്രദർമാരും സിസ്റ്റർമാരും അങ്ങനെയുള്ള ആളുകളുമാണ് ലോകത്തിൽ സുവിശേഷം അറിയിക്കാൻ വേണ്ടി പോകുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ല, ഓരോ വ്യക്തിക്കും സുവിശേഷം അറിയിക്കുവാനുള്ള വിളിയുണ്ട്.
നിങ്ങൾ ഓരോരുത്തരും സുവിശേഷം അറിയിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. സുവിശേഷം എൻ്റെ മേൽ നിർബന്ധം കിടക്കുന്നു. നോക്കിക്കേ, സുവിശേഷം എൻ്റെ മേൽ നിർബന്ധം കിടക്കും. നമ്മൾ ആദ്യം വായിച്ച വാക്യം 1 കൊരിന്ത്യർ 9 വാക്യത്തിൻ്റെ അത് പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേലുണ്ട്. വലിയൊരു നിർബന്ധം ദൈവം പറയുക, സുവിശേഷം ചെയ്യണം. എന്തിനാ ഈ നിർബന്ധം എന്നറിയാവോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തകർന്ന മനുഷ്യനെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതാണ് സുവിശേഷം. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ നിത്യ നരകത്തിൽ നിന്നും, നിങ്ങൾ നാശത്തിൽ നിന്നും രക്ഷയിലേക്ക് വരുന്നു. അതാണ് ധനവാന്റെ ഉപമയെപ്പറ്റി പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു, അവിടെ ലാസർ ഉണ്ടായിരുന്നു, രണ്ടുപേരും മരിച്ചു. ധനവാൻ എന്ത് ചെയ്തു? നരകത്തിലും. ലാസർ അബ്രഹാമിൻ്റെ മടിയെന്നറിയപ്പെടുന്ന പാതാള പർദീസയിലേക്കും പോയി. അവിടെ ധനവാൻ എന്ത് ചെയ്തു? നരകത്തിലെ യാതനയിൽ അവിടെ വല്ലാതെ അദ്ദേഹം ഭാരപ്പെട്ടു. എന്നാൽ ലാസറു അബ്രഹാമിൻ്റെ മടിയിൽ സന്തോഷത്തോടെ ഇരുന്നു. അപ്പം ധനവാൻ പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, ഇനി ഞാനോ ഇത് അറിയാൻ പറ്റിയില്ല, പകരം നീ എന്ത് ചെയ്യണം, എൻ്റെ സഹോദരന്മാർ കുറേ പേരുണ്ട്, നീ അവൻ്റെ അടുക്കിലേക്ക് എന്ത് ചെയ്യണം, ലാസറിനെ അയക്കണം. ലാസർ പോയിട്ട് അവിടെ സുവിശേഷം പറയും. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവിടെ അബ്രഹാം പറയുന്നുണ്ട്, അവിടെ മോശയും ന്യായപ്രമാണവും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് സുവിശേഷം എന്ത് ചെയ്തിട്ടില്ല, യേശുവിൻ്റെ കാലഘട്ടത്തിൽ സുവിശേഷം പൂർണ്ണമായിട്ടില്ല. കർത്താവ് ക്രൂശിൽ മരിക്കാതെ പൂർണ്ണമാകാത്തതുകൊണ്ട് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയിലുള്ളവർക്കാണ് സുവിശേഷം പറയുവാൻ അവസരമുള്ളൂ. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, സുവിശേഷം പറയാൻ ഭൂമിയിലുള്ളവർക്ക് അവസരം എന്ന് പറ. ഭൂമിയിലുള്ളവർക്കാണ് അവകാശം. ആമേൻ. അപ്പം നിങ്ങൾക്കാണ് അവകാശം. അപ്പം സുവിശേഷം നമ്മൾ പൊതുവെ എന്താണ് സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടി പറയാൻ പറ്റുമോ? എന്താണ് സുവിശേഷം? യേശുവിന്റെ ജനനമരണ പുനരുത്ഥാനത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക, ദൈവത്തെക്കുറിച്ച് അറിയാത്തവരുടെ മുന്നിൽ ദൈവത്തെ പറയുക. യേശു രക്ഷകനാണെന്ന് പറയുക. ആമേൻ. സുവിശേഷം നമുക്കറിയാം, ഒത്തിരി അഭിപ്രായങ്ങൾ പറഞ്ഞു, എല്ലാം ശരിയാണ്. ശ്രദ്ധിച്ചു നോക്കണം. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. അടുത്ത വാക്യത്തിൽ നിങ്ങൾക്കറിയാവുന്നൊരു അവിടെ ഒരു പദമുണ്ട്, സകല സൃഷ്ടിയോടും നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. കണ്ടോ? സുവിശേഷം കേട്ടതുകൊണ്ട് രക്ഷപ്പെടത്തില്ല, സുവിശേഷം കേട്ടതുകൊണ്ട് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടത്തില്ല. സുവിശേഷം കേട്ട് മർക്കോസിൻ്റെ 16 പറയുന്നു, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നോക്കിക്കുക, ആ വാക്ക് കൊണ്ടോ, വിശ്വസിക്കുകയും സ്നാനം ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവന് ശിക്ഷാവിധിയുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ? ആണോ നിങ്ങൾ? അപ്പൊ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ വചനം നോക്കിയ, രക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷാവിധിയില്ല. എങ്ങനെ ജീവിക്കണം എന്നറിയാവോ? ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യും. നമുക്ക് ആ വാക്കുകൊണ്ടോ, വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ, ഞാൻ ബ്രദറെ പ്രാർത്ഥനയ്ക്ക് എല്ലാം പോകുന്നുണ്ട്, മുടങ്ങാതെ യൂട്യൂബിൽ പ്രയർ കാണുന്നുണ്ട്, ഞാൻ സൂമിൽ പങ്കുചേരുന്നുണ്ട്, ഞാൻ പ്രാർത്ഥന ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്നാ സംഭവിക്കുന്ന പറ? എന്നാ പറ്റും? നിങ്ങൾ വചനം കേട്ടിട്ട് പറ, വചനം കേട്ടിട്ട് പറ. വിശ്വസിക്കുക. കണ്ടോ? അപ്പൊ സൂമിൽ പ്രാർത്ഥനയ്ക്ക് കയറിയത് കൊണ്ടോ, യൂട്യൂബിൽ പ്രാർത്ഥന കൈക്കൊണ്ടത് കൊണ്ടോ, എല്ലാ ദിവസവും ഏതെങ്കിലും ബ്രദർമാരെ വിളിച്ച് വീട്ടിൽ പ്രാർത്ഥന വെച്ചത് കൊണ്ടോ കാര്യമില്ല. വിശ്വസിക്കുന്നത് മാത്രം പോരാ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ നിങ്ങളുടെ ശിക്ഷ മാറിപ്പോയതാണ് സുവിശേഷം. നിങ്ങളുടെ ശിക്ഷാവിധി മാറിപ്പോയതാണ് സുവിശേഷം. ഇനി ഞാൻ പറയുമ്പോഴേ മ്യൂട്ട് മാറ്റാവുള്ളേ, ശ്രദ്ധിച്ചോണേ. ശിക്ഷാവിധി മാറിപ്പോയതാണ് സുവിശേഷം, രക്ഷയിലേക്ക് വന്നതാണ് സുവിശേഷം. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം ശിക്ഷയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ധൈര്യത്തോടെ നടക്കാൻ വേണ്ടി അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശിക്ഷ മാറിപ്പോയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകണം. ഇനി ശ്രദ്ധിച്ചോണേ.
അപ്പോൾ ഇവിടെ വചനം നോക്കിയേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇനി നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ട വ്യക്തി, നിങ്ങൾ ലോകത്തോട് സകല വ്യക്തിയോടും സുവിശേഷം പറയുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുമെന്നറിയാവോ? നിങ്ങളുടെ അകത്തേക്കൊരു ശക്തി വെക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു, ദൈവശക്തി കൊണ്ടാണ് നിങ്ങൾ സുവിശേഷം പറയുന്നത്. നമ്മുടെ മനസ്സിൽ എല്ലാവരുടെയും ആഗ്രഹം, കർത്താവേ എങ്ങനെയെങ്കിലും ബ്രദർ എനിക്ക് സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഒരു വ്യക്തിയെ തീയിൽ നിന്നും നിങ്ങൾ വലിച്ചെടുക്കുകയാണ്. ഒരു വ്യക്തിയുടെ ശിക്ഷയിൽ നിന്നും രക്ഷയിലേക്ക് കൊണ്ടുവരികയാണ്. ആമേൻ. നോക്കിയാൽ വാക്കുകൊണ്ടോ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ തീയിൽ നിന്നും വലിച്ചെടുക്കുന്നു. അപ്പൊ തീക്കകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ വലിച്ചു പുറത്തേക്കെടുക്കുന്നതാണ് സുവിശേഷ വേല. ആമേൻ. അപ്പൊ അതിനെന്ത് വേണം? ശക്തി വേണം. അതാണ് ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, ഉയരത്തിൽ നിന്നും ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കണം. അപ്പൊ ശക്തി വെച്ചിട്ടാണ് നിങ്ങൾ സുവിശേഷം പറയുന്നത്. ഇനി ഈ ശക്തിയുടെ പ്രത്യേകത ലൂക്കോസ് 24:49 വാക്യം, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കണം. അപ്പൊ ഒരു വിശ്വാസി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കും? പറ, എന്ത് ലഭിക്കും നിങ്ങൾക്ക്? എന്ത് കിട്ടും നിങ്ങൾക്ക്? ആമേൻ. ശക്തി ലഭിക്കും നമുക്ക്. ഈ ശക്തിയുടെ പ്രത്യേകതയാണ് താഴേക്ക് നോക്കുക. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടുന്നു, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധി ഉണ്ടാകുന്നു. ഇനി അങ്ങനെ രക്ഷിക്കപ്പെട്ട് വിശ്വസിച്ചവരെ പറ്റി പറയുന്നു, അവരിലൂടെ അടയാളം നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അപ്പൊ നോക്കിക്കേ, അപ്പൊ സുവിശേഷ വേലയെന്ന് പറഞ്ഞാൽ ലോക മനുഷ്യൻ ഭൂതങ്ങളുടെ പിടിയിലാണ്. ലോകം മുഴുവനും ഭൂതങ്ങളുടെ പിടിയിലാണ്. ബൈബിൾ പറയുന്നു, ഈ ലോകത്തിന്റെ പ്രഭു സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരാതിരിപ്പാൻ തക്കവണ്ണം കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു. നോക്കിക്കേ, അപ്പൊ ലോക മനുഷ്യനെ മുഴുവനും പിശാച് എന്ത് ചെയ്യുന്നു? ഈ ലോകത്തിന്റെ പ്രഭുവെന്നാണ് അവനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവൻ എന്ത് ചെയ്യുന്നു? സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരാൻ കഴിയാതെ വണ്ണം അവരെ എന്ത് ചെയ്യുന്നു? അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കുരുടാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഒന്ന് പറ, എന്താ അതിന്റെ അർത്ഥം? കുരുടാക്കി വെച്ച് അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാതിരിക്കുവാൻ വേണ്ടി വെച്ചിരിക്കും. വിശ്വസിക്കുന്നില്ല, അവരുടെ ഹൃദയത്തെ കഠിനമാക്കി വെച്ചു. അതായത് അവർക്ക് ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവിടെ കാണാൻ പറ്റും. യേശുക്രിസ്തു ഓടി വന്ന ഉടനെ എല്ലാവരോടും സുവിശേഷം പറയുക. ഉടനെ നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, യേശു ഓടി ഒന്ന് സുവിശേഷം പറഞ്ഞ ഉടനെ ആൾക്കാർ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ? നിങ്ങൾ പറ. നമ്മൾ ഇന്നലെ നമ്മളൊരു വാക്യം എടുത്തായിരുന്നു. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന ജനത്തെ പറ്റി പറയുന്നു. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, യേശുവിന്റെ അടുക്കിലേക്ക് വന്ന ജനത്തെ പറ്റി ബൈബിൾ പറയുന്നു, അവർ സൗഖ്യം ലഭിക്കുവാനും ഭൂതങ്ങൾ വിട്ടു സുവിശേഷം കേൾക്കേണ്ടതിന് വാക്യം ലൂക്കോസ് 6-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ വാക്യം എടുക്കാം. 17-ാം വാക്യം ഋത്താസൗര്യ വാക്യം ഇട്ടിട്ടുണ്ട്. 6:17 നോക്കിയേ. അവർ അവരുടെ കൂടെ ഇറങ്ങി മരുഭൂമിയിൽ അവന്റെ ശിഷ്യന്മാരും കൂട്ടവും യഹൂദയിലും എല്ലായിടത്തും യെരൂശലേമിൽ നിന്ന് സോർ, സീദോൻ എന്ന സമുദ്രങ്ങളിൽ നിന്നും അവന്റെ വചനം കേൾപ്പാനും രോഗശാന്തി കിട്ടുവാനും ബഹുപുരുഷാരുണ്ട്. അശുദ്ധാത്മാക്കൾ ബാധിച്ചവർ സൗഖ്യം പ്രാപിച്ചു. അപ്പൊ അശുദ്ധാത്മാക്കൾ ബാധിച്ച വ്യക്തികൾ, ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ, ഈ ലോകത്തിന്റെ പ്രഭു അവരുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിരിക്കുന്നു എന്ന് വചനം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, എങ്ങനെയാണ് കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്നത്? പല രീതിയിൽ അവരെ ബന്ധിച്ചിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് മനുഷ്യൻ പാപം നിമിത്തം മനുഷ്യനെ എന്ത് ചെയ്തു? ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. ഈ പുറത്താക്കിയ മനുഷ്യൻ എന്ത് സംഭവിച്ചെന്നറിയാവോ? പുറത്താക്കിയ മനുഷ്യൻ നേരെ പാപത്തിലേക്ക് പോയി.
ബൈബിളൊരു വാക്യമുണ്ട് റോമർക്ക് ദിനത്തിൽ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവരും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മളെയൊക്കെയും സ്വാതന്ത്ര്യം നൽകി. അപ്പൊ നമ്മളെല്ലാവരും എന്തായിരുന്നു? ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നു. നോക്കിക്കേ, 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ദൈവത്തിന്റെ പ്രതിമ ക്രിസ്തുവിന്റെ രാജ്യത്തേക്ക് സുവിശേഷം പ്രകാശം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾ പോയി ഒരു വ്യക്തിയോട് സുവിശേഷം പറയുന്ന സമയത്ത് ആ വ്യക്തി എങ്ങനെയായിരിക്കും? ഒന്ന്, പിശാച് എന്ത് ചെയ്തിരിക്കുന്നു? അവരെ മരണത്തിന്റെ അധികാരിയായ പിശാച് അവരെ എന്ത് ചെയ്യുന്നു? ബന്ധിച്ചിട്ടിരിക്കുന്നു, അടിമകളാക്കി വെച്ചിരിക്കുന്നു. 2, അവരുടെ മനസ്സ് കുരുടാക്കി വെച്ചിരിക്കുന്നു. നിങ്ങളുടനെ ഓടിപ്പോയിട്ട് കർത്താവായ യേശുവിനെയാണ് ഞങ്ങൾ സത്യം പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം പറഞ്ഞു, നിങ്ങളും സുവിശേഷത്തിലേക്ക് വാ എന്ന് പറയുമ്പം അവർ ചിലപ്പോൾ വരത്തില്ല. അവരുടെ ബന്ധനത്തിൽ നിന്നും പൊട്ടിക്കുവാനാണ് യേശു നിങ്ങൾക്ക് ശക്തി തന്നിരിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട വിശ്വാസിക്ക് ദൈവം ശക്തി തന്നിരിക്കുന്നത് സുവിശേഷം പറയാൻ വേണ്ടിയാണ്. എന്തിനാ സുവിശേഷം പറയാൻ ശക്തി? പറ, എന്തിനാ സുവിശേഷം പറയാൻ വേണ്ടി ശക്തിയുടെ ആവശ്യം? ഒന്ന് പറഞ്ഞേ, സുവിശേഷം പറയണമെങ്കിൽ എന്തിനാ ശക്തി? അഭിഷേകം ലഭിക്കും, നമ്മൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നേരിട്ട് നമ്മുടെ ദൈവം ശക്തി തന്നിരിക്കുന്നത് ബന്ധിതരെ മോചിപ്പിക്കാനാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തീയിൽ നിന്നും വലിച്ചെടുക്കുന്നവരാണ് നിങ്ങൾ. അപ്പൊ ഒരു വ്യക്തി തീക്കകത്ത് ഇറങ്ങി കിടക്കുവാന്ന് വിചാരിച്ചു, ആ വ്യക്തിയെ പുറത്തോട്ട് വലിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ശക്തി ആവശ്യമല്ലേ? ഇതിലാണ് നിങ്ങൾക്ക് ശക്തി തന്നിരിക്കുന്നത്. അപ്പൊ സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പിശാചിന്റെ ബന്ധനത്തിലും പാപത്തിലും ശാപത്തിലും രോഗത്തിലും കഷ്ടതയിലും ദുരിതത്തിലും മരണശക്തിയിലും എല്ലാം അടിമയാണ് ലോകത്തിലെ ആൾക്കാർ. നിങ്ങൾ അവരെ തീയിൽ നിന്നും, അതാണ് തീ എന്ന് പറഞ്ഞേക്കുന്നത്, ന്യായവിധി, അതിൽ നിന്നും അവരെ വലിച്ചെടുക്കേണ്ടവരാ നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണെന്ന് പൗലോസ് പറയാൻ കാരണം, നിങ്ങൾ അവരെ പുറത്തേക്കെടുക്കുന്നവരാണ് നിങ്ങൾ. ആമേൻ. അപ്പൊ നിങ്ങൾക്ക് എന്താവശ്യമാണ്? ശക്തി ആവശ്യമാണ്. നോക്കിക്കേ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ, നോക്കിക്കേ, വിശ്വസിക്കുന്നവരാൽ, രക്ഷിക്കപ്പെട്ടവരാൽ അടയാളങ്ങൾ. എന്തിനാ അടയാളം? അവർ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. കണ്ടോ? അപ്പൊ സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നിങ്ങൾ പാപശാപത്തിന് അടിമകളായിരുന്ന നിങ്ങളെ എന്ത് ചെയ്തു? വിടുവിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്തേക്കുക? ഈ ലോകത്തിന്റെ പ്രഭു അവരെന്ത് ചെയ്തേക്കുക? ഈ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുക. അപ്പൊ ഇവർക്ക് വിശ്വസിക്കണം. ഇവർക്ക് നിങ്ങൾ പറയുന്ന കാര്യത്തെ അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ വാക്കു മാത്രം പോരാ, ശക്തി ആവശ്യമാണ്. ശക്തി ആവശ്യമാണ്. ആദ്യം മനസ്സിലാക്കണം, സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തെ ശാപത്തെ മാറ്റിയെന്ന് പറയുകയും ആ വ്യക്തിയുടെ ഭൂതത്തെ പുറത്താക്കുന്നതാണ്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, സുവിശേഷം എന്ന് പറയുന്നത് ഭൂതങ്ങളെ പുറത്താക്കുന്നതും കൂടെയാന്ന് പറ. ബ്രദറെ നമ്മുടെ ലാപ്ടോപ്പിലെ അക്ഷരങ്ങളൊന്ന് വലുതാക്കി കാണിക്കാൻ പറ്റുമോ? ഏതാ ബ്രദറെ? ലാപ്ടോപ്പില് നമ്മ ബൈബിള് വചനം ഉണ്ടല്ലോ, ഒന്ന് വലുതാക്കി കാണിക്കാൻ പറ്റുമോ? വലുതല്ലേ? കാണാൻ പറ്റുന്നില്ല? ചെറിയ അക്ഷരമാണ് കാണുന്നത്, വളരെ ചെറുതാണ്. വളരെ ചെറുതാണോ? നോക്കട്ടെ. ഇപ്പൊ കാണാവോ? ഇപ്പൊ കാണല്ലോ? ഇപ്പൊ കാണാം. നോക്കിക്കേ. കേട്ടെ. അപ്പൊ നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും. അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾക്കൊരു പേടി, ബ്രദറെ ഭൂതം തിരിച്ചടിക്കില്ല. അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഭൂതം തിരിച്ചടിക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവം ഭൂതങ്ങളെക്കാൾ ശക്തി നിങ്ങൾക്ക്. നോക്കി, ആ വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ പുറത്താക്കുക. നിങ്ങൾ എങ്ങനെയാ നമ്മളൊരു വ്യക്തിയെ പുറത്താക്കുന്നത്? നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച് നോക്കി. നമുക്ക് ഒരു വ്യക്തിയെ നിങ്ങൾ പുറത്താക്കുന്നു.
പുറത്താക്കുന്നു എന്നതിന്റെ അർത്ഥം എന്തുവാ? ഒരാളെ പുറത്താക്കുന്നു. അയാളിലുള്ള ബന്ധനത്തെ വിടിവിക്കുന്നു. അല്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മലയാള പദം ശരിക്കും പറഞ്ഞാൽ ഈ വാക്ക് നമ്മൾ ആരും ഉപയോഗിക്കത്തില്ല. നിങ്ങൾ പുറത്താക്കുക എന്നൊരു വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കത്തില്ല അല്ലേ? നമ്മളിപ്പോ ഒരാളെ നമ്മൾ പറയത്തില്ലേ യേശുവിന്റെ നമ്മളല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ശ്രദ്ധിച്ച് പറഞ്ഞു നമ്മൾ സാധാരണ നമ്മൾ പുറത്താക്കുക എന്നുള്ള പദം നമ്മൾ ഉപയോഗിക്കുക. നമ്മൾ സാധാരണ എന്ത് ചെയ്യും? നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അകത്തുള്ള സാധനമൊക്കെ പുറത്തേക്ക് മാറ്റുന്നു അല്ലേ? പുറത്തേക്ക് മാറ്റുന്നു. പുറത്താക്കുക എന്നുള്ളത് ഇച്ചിരി കട്ടിയായിട്ടൊരു പദമാണ് അല്ലേ? പുറത്താക്കുന്നു. ഞാനിപ്പോൾ പറയുകയാണ്, ഞാനിപ്പോൾ തോമസ് ബ്രദറിനെ പുറത്താക്കുന്നു. ഞാനിപ്പം ആരാ പറഞ്ഞത്? ഇപ്പോൾ ഒരു പേര് ഞാൻ നമുക്ക് പറയുവാണേ. ഇപ്പം ഞാനിപ്പം സൂര്യ സിസ്റ്ററെ അങ്ങോട്ട് പുറത്താക്കുന്നു, ഞാൻ ജയ സിസ്റ്ററെ പുറത്താക്കുന്നു. അതിന്റെ അർത്ഥം എന്തുവാ? പുറത്താക്കുക എന്ന് പറഞ്ഞാൽ സിസ്റ്ററെ എതിർക്കാൻ സാധ്യതയുണ്ട്. തന്നെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എതിർക്കുവാൻ സാധ്യതയുണ്ട്. ഞാൻ വ്യക്തിയെ പുറത്താക്കുന്നു. അപ്പൊ പുറത്താക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഈ പുറത്താക്കാൻ നിൽക്കുന്ന ആളെക്കാൾ എനിക്ക് ശക്തി വേണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം എന്നറിയാവോ? സുവിശേഷത്തിന്റെ പ്രത്യേകത നമ്മൾ ആദ്യം വായിച്ചതുപോലെ സുവിശേഷത്തിന്റെ പ്രത്യേകത വിശ്വസിക്കുന്ന ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കാവുന്ന ദൈവത്തിന്റെ ശക്തിയാകുന്നു. റോമർ 1:16 അല്ലേ? വിശ്വസിക്കുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം. നോക്കിക്കേ 16 നോക്കി. അപ്പൊ ദൈവശക്തിയാണ് സുവിശേഷത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു യേശുവിനെ അറിയാത്തൊരു വ്യക്തിയാണോ? എബ്രായ ലേഖന പ്രകാരം പറയുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാച് അവരെ അടിമയാക്കി വെച്ചിരിക്കുക. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മളെയൊക്കെയും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആമേൻ. അപ്പൊ നമ്മളെല്ലാവരും ആരായിരുന്നു? മുമ്പ് യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് മരണഭീതിയിൽ അടിമകളായിരുന്നു. അങ്ങനെ ആയിരുന്ന നമ്മളെ യേശുക്രിസ്തു എന്ത് ചെയ്തു? തൻ്റെ മരണത്താൽ പിശാച് നോക്കിക്കുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് എബ്രായർ 2:14 മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെട്ടവൻ പിശാചിന്റെ അടിമയാണോ? കേൾക്കുന്നില്ല? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? മൈക്ക് മ്യൂട്ടായി കിടക്കുവായിരുന്നല്ലേ, സോറി. രക്ഷിക്കപ്പെട്ടവൻ പിശാചിന്റെ അടിമയാണോ? രക്ഷിക്കപ്പെടാത്തവനോ? അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെടാത്തവനെ യേശു വന്ന് അറിയിക്കോ ഇല്ലയോ? നിങ്ങൾ പറ. നമ്മൾ അറിയിക്കണം. ഇതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നോക്കിക്കേ, സുവിശേഷം അറിയിക്കണം, അതെന്റെ മേൽ നിർബന്ധമാണ്. നോക്കിക്കേ, അത് ചെയ്തില്ലെങ്കിലോ അയ്യോ കഷ്ടം, ഇതെന്റെ മേൽ നിർബന്ധം കിടക്കുക. ഇതേപോലെ പിശാച് ലോകത്തിലെ മനുഷ്യരെ അടിമയായിരിക്കുമ്പോൾ നമ്മൾ നിത്യതയെ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമല്ലേ? നമ്മുടെ പ്രസംഗം മൊത്തവും പറയും, പലരും പറയും നിത്യതയെ പോകണം. ഞാൻ ചോദിച്ചോട്ടെ, അവരെ വിടിവിക്കാനുള്ള ഡ്യൂട്ടി നിങ്ങളുടെ കയ്യിലല്ല തന്നിരിക്കുന്നത്. അയ്യോ ബ്രദർ, അതിന് ഞങ്ങൾ ബ്രദർമാരില്ലേ, പുരോഹിതന്മാരില്ലേ, അവരെല്ലാവരും ഉണ്ട്, സത്യമാണ്. പക്ഷേ നിങ്ങൾക്കും ഡ്യൂട്ടി ഉണ്ട്. അതിനാണ് ദൈവം ഓരോ വിശ്വാസിക്കും എന്ത് കൊടുത്തു? വിശ്വസിക്കുകയും സ്നാനമെടുക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഇനി വിശ്വസിക്കുന്നവർ, പുരോഹിതനോ ബ്രദറോ വിശ്വാസിയോ ആരും ആയിക്കോട്ടെ, വിശ്വസിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും. ആരാ ഭൂതമുള്ളത്? വിശ്വസിക്കാത്തവന്റെ മേൽ ഭൂതമുണ്ട്. വിശ്വസിക്കാത്തവൻ പിശാചിന്റെ അടിമയാണ്. അത് മദ്യപാനമായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, പ്രതിസന്ധി ആയിക്കോട്ടെ, ആത്മഹത്യ ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, അതെല്ലാം അടിമത്തമാണ്. ഒരു വ്യക്തിയെ അടിമയാക്കി വെച്ചിരിക്കുന്നു. പത്രോസ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ഏതിനോട് തോൽക്കുന്നു അതിന് നിങ്ങൾ അടിമകളാണ്. ആമേൻ. അപ്പൊ ഇവരെയൊക്കെയും വിടുവിക്കുവാനുള്ള ഡ്യൂട്ടി നിങ്ങൾക്കാണ്. ആമേൻ. ഇനി ഭൂതങ്ങൾ, ഞാൻ പലതവണ പറഞ്ഞു, ഒത്തിരി ഭൂതങ്ങളെ പറ്റി ബൈബിളിൽ കാണാൻ പറ്റും. മദലക്കാർ മറിയത്തിൻ്റെ മേൽ എത്ര ഭൂതം ഉണ്ടായിരുന്നു? ആർക്കെല്ലാം അറിയാവോ?
മഗ്ദലക്കാരി മറിയത്തിൽ? കണ്ടോ? 7 ഭൂതമുള്ള മഗ്ദലക്കാരി മറിയം. പക്ഷെ ഇപ്പോ യേശുവിന്റെ കൂടെ ശുശ്രൂഷകയായിട്ട് നിൽക്കുക. 7 ഭൂതമുള്ള മറിയം. അടുത്ത വാക്യത്തിൽ പറഞ്ഞു ഊമനും ചെകിടനുമായ ദുരാത്മാവ്, ചെകിടനുമാക്കിയ ദുരാത്മാവ്. അങ്ങനെ പല രോഗം കൊണ്ടുവരുന്ന ദുരാത്മാക്കളുണ്ട്. കുടുംബത്തെ ചെതറിപ്പിക്കുന്ന, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന ദുരാത്മാവുണ്ട്. പല തരത്തിലുള്ള ഭൂതങ്ങളുണ്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ പേടിക്കരുതേ. അവരെക്കാൾ ശക്തിയോടെ ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുന്നു. അതാണ് സുവിശേഷം. നിങ്ങൾക്ക് അവരെക്കാൾ ശക്തിയുണ്ട്. നിങ്ങൾക്ക് അവരെ പുറത്താക്കുവാൻ അധികാരം ലഭിച്ചവരാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന എൻ്റെ ബ്രദറെ ഞങ്ങളവിടെ പഠിപ്പിക്കുന്ന അങ്ങനെയൊന്നുമല്ല, ഞങ്ങളെ പഠിപ്പിച്ചേക്കുന്ന തൊട്ടാ അടി കിട്ടുമെന്ന. കണ്ടോ? ഞാൻ പറയുന്നു പിശാച് കവർന്ന് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുന്ന പ്രിയരെ, നിങ്ങൾക്കാണ് ശക്തി. നിങ്ങൾക്കാണ് ശക്തി. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്കാണ് ശക്തി. കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴും പറഞ്ഞ നമ്മുടെ മുദ്രാവാക്യമായ വചനം എന്തുവാ? ലൂക്കോസ് 10:19. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സ്ഥലത്തെ ചേട്ടൻ നമുക്ക് അധികാരമുണ്ട്. അപ്പം നിങ്ങളാണ് അധികാരികൾ, നിങ്ങളാണ് ശക്തർ, നിങ്ങളാണ് ശക്തരായിരിക്കുന്നത്. നിങ്ങളെ യഥാർത്ഥത്തിൽ പിശാചിന് ഭയമാണ്. പക്ഷെ നമ്മൾ പഠിച്ചേക്കുന്നത് നേരെ തിരിച്ചാണ്. സാത്താനെ ഭയപ്പെടുത്തി വെച്ചിരിക്കുന്നു. അയ്യോ പിശാച് ഇങ്ങനെ എന്നാ പിശാച്? നിങ്ങൾക്ക് അവനേക്കാൾ ശക്തി ഉണ്ടെന്നാണ് വാസ്തവം. വചനം പറയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, പുതുഭാഷ സംസാരിക്കുന്നു. ഇതാണ് അന്യഭാഷ. കണ്ടോ? പുതുഭാഷ എന്ന് പറഞ്ഞാൽ അന്യഭാഷ സംസാരിക്കും. അടുത്തത് സർപ്പങ്ങളെ പിടിച്ചെടുക്കുക. അതിനർത്ഥം ചേരേനെയും മൂർഖനെയും രാജവമ്പാലയും പിടിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പകരം പഴയ പാമ്പെന്ന സർപ്പമെന്ന പിശാചിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. പഴയ പാമ്പായ സാത്താൻ. ഇവനെ പിടിച്ചെടുക്കും. നിങ്ങൾ കൈ കൊണ്ട് പിടിച്ചെടുക്കും. നിങ്ങളുടെ കരത്തിൽ അധികാരം വ്യാപരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നിങ്ങളുടെ മേലുള്ള. അപ്പോൾ സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പം അയ്യോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? നമ്മുടെ പൊതുവേ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, രക്ഷിക്കപ്പെട്ടോ? ഉടനെ അയാൾ പറയും എനിക്കറിയാം നീ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ശിക്ഷാവിധി വരും, നീ നരകത്തിൽ പോവും, നീ ചാകാത്ത പുഴു അവിടെയുണ്ട്, നീ കൃമിക്കിരയാവും, നീ മരിച്ചു പോകും. പേടിപ്പിച്ച് അവസാനം നിങ്ങളെ കാണുമ്പോൾ ആ വ്യക്തി ഓടും. ഇതല്ല സുവിശേഷം. നീ നരകത്തിൽ പോകുന്നു പറയുന്നതല്ല സുവിശേഷം. പകരം യേശു ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, നിന്റെ പാപത്തെ ശാപത്തെ ക്രൂശിൽ മാറ്റിയിരിക്കുന്നു. ചിലപ്പോൾ ഇത് പറയുന്ന സമയത്ത് ആ വ്യക്തി ചിലപ്പം മൈൻഡ് ചെയ്യത്തില്ല, ദേഷ്യപ്പെടും. അതിൻ്റെ കാര്യം എന്നറിയാവോ? അവനെ പിശാച് അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അവൻ്റെ മേലുള്ള ഭൂതത്തെ പിടിച്ചു കെട്ടണം. ആ വ്യക്തിയുടെ മേലുള്ള ദുരാത്മാവിനെ പിടിച്ചു കെട്ടണം. അത് പിടിച്ചു കെട്ടുവാനാണ് എന്താവശ്യം നമുക്ക്? ദൈവീകമായ അധികാരം. ദൈവികമായിട്ടുള്ള അധികാരം നമ്മളിൽ വെളിപ്പെടുന്നത് ദൈവവചനത്തിലൂടെയാണ്. ആമേൻ. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്ന ബൈബിളിലൊരു വാക്യമുണ്ട്. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ശ്രദ്ധിച്ച് കേട്ടോണേ. അപ്പം ഇതിലെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ നമ്മുടെ അകത്തൊരു പരിജ്ഞാനം വളരെ ആവശ്യമാണ്. പരിജ്ഞാനം എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ അകത്ത് പതിയണം. ആദ്യം മനസ്സിലാക്കണം, നിങ്ങളാണ് ദൈവത്തിൽ ശക്തർ. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എനിക്ക് സകലതും ചെയ്യാൻ കഴിയുമെന്ന് പറയാൻ കാരണം നിങ്ങളകത്ത് ശക്തിയുള്ളത് കൊണ്ടാണ്. യേശു ക്രിസ്തു ആകുന്ന ദൈവശക്തി വ്യാപരിക്കുന്നത് കൊണ്ടാണ്. ആമേ. നോക്കിക്കേ, നിങ്ങൾ പുതുഭാഷയിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. കണ്ടോ? അപ്പം നിങ്ങൾ സൗഖ്യം പ്രാർത്ഥിക്കണം. ആമേൻ. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമോ ഇല്ലയോ? നിങ്ങൾ കൈവച്ചാൽ സൗഖ്യം വരുമോ ഇല്ലയോ? വരും. ആമേൻ. ഇനി രോഗസൗഖ്യ ശുശ്രൂഷ എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കേൾക്കാൻ വേണ്ടി പോകണം. രോഗസൗഖ്യ ശുശ്രൂഷ എങ്ങനെ പ്രവർത്തിക്കുന്നു? പലരുടെയും ചിന്തയെന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം എന്നുള്ളത് ചിലർക്ക് മാത്രം കിട്ടുന്ന ഒരു കൃപയാണ്. ഞാൻ പണ്ടോർക്കുന്നുണ്ട്, ഒരു ബ്രദർ എല്ലാ വർഷവും 40 ദിവസവും ഉപവസിക്കുമായിരുന്നു രോഗസൗഖ്യ കൃപാവനം കിട്ടാൻ വേണ്ടി. എനിക്കറിയത്തില്ല, അദ്ദേഹം പിന്നീട് എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ ഒരു 10-12 വർഷമായിട്ട് അദ്ദേഹം ഒത്തിരി വലിയ രോഗസൗഖ്യങ്ങൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാ വർഷവും അദ്ദേഹം ഉപവസിക്കും. അപ്പോൾ എൻ്റെ ചിന്തയിൽ ഇങ്ങനെ ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന എന്തോ ഒരു ഭയങ്കര കാര്യമാണ് കൃപാവരവെന്നാണ്. അല്ല,
കൃപാവരമെന്ന് പറഞ്ഞാൽ കൃപാവരമെന്ന് അതിൻ്റെ അർത്ഥം. കൃപാവരം അതൊരു വരവാണ്. ബൈബിളിൽ കൊടുക്കുന്നത് ഗിഫ്റ്റ് എന്നാണ് പറഞ്ഞത്. ഗിഫ്റ്റ് നമുക്ക് പിടിച്ചു മേടിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പം ബർത്ത്ഡേ ആഘോഷിക്കുക, നിങ്ങളെനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് വന്നു, ബ്രദറെ ഇതാണ് ബ്രദറിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഞാൻ വഴിയിൽ നിന്ന് തട്ടിപ്പറിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ എന്നാ പറയും? ഞാൻ വഴിയിൽ നിന്ന് തട്ടിപ്പറിക്കുക ഗിഫ്റ്റ്, എന്ത് പറയും? അത് ബ്രദറിനുള്ളതല്ലേ, ബ്രദർ എന്തിനാ തട്ടിപ്പറിക്കുന്നത്? ഇനി ഞാൻ വന്ന് അപേക്ഷിക്കുക, സഹോദരി ആ ഗിഫ്റ്റ് എനിക്ക് തരാവോ പ്ലീസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തിരിച്ച് മറുപടി പറയും നിങ്ങൾക്കുള്ളതല്ലേ, ഞങ്ങൾ ബ്രദറിന് തരാൻ വേണ്ടി വന്നതാണ് ഗിഫ്റ്റ്. അപ്പോൾ ബൈബിൾ കൃപാവരത്തെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ആർക്കുള്ളതാ ഗിഫ്റ്റ്? രക്ഷിക്കപ്പെട്ടവർക്ക്. രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവം തന്ന ഗിഫ്റ്റാണ് കൃപാവരം. ഗിഫ്റ്റ് നമ്മുടെ അകത്തുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കൃപാവര ശുശ്രൂഷയുടെ കൈവെപ്പ് ശുശ്രൂഷ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച സമയത്ത് നിങ്ങൾക്ക് പ്രവചിക്കുവാനും നിങ്ങൾക്ക് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞതിൻ്റെ കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരത്തെ ഒന്ന് ജ്വലിപ്പിച്ചതാണ്. അതായത് ആരാണോ ശുശ്രൂഷിക്കുന്ന ഒരു ബ്രദർ അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ബ്രദർ, അവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞ ദിവസം അല്ലേ, പ്രാർത്ഥിച്ച് നിങ്ങളുടെ മേൽ ആത്മാവിൻ്റെ ഒരു പകർച്ച വന്നപ്പം നിങ്ങളുടെ അകത്തിരുന്ന കൃപാവരത്തിനൊരു ജ്വലനമുണ്ടായി. കണ്ടോ? അതായത് നമ്മളിപ്പം ഈ സ്റ്റൗവേൽ ഈ നമ്മൾ കത്തിക്കുന്ന എങ്ങനെയാണ്? ഓൾറെഡി അതിനകത്ത് ഗ്യാസ് ഉണ്ട്, ഒരു സ്പാർക്ക് വന്നപ്പോൾ പെട്ടെന്ന് ആളി കത്തി അല്ലേ. നമ്മളെ ലൈറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഒരൊറ്റ സ്പാർക്ക് കൊടുക്കുമ്പം പെട്ടെന്ന് ഗ്യാസിൽ സ്റ്റൗ കത്തുവല്ലേ ഗ്യാസിൽ നിന്നും. ഇതേപോലെ നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപാവരത്തെ, ആ കൃപാവരം ഉപയോഗിക്കുന്ന ജ്വലിക്കുന്ന ഒരാൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ അകത്തുനിന്നൊരു സ്പാർക്ക് ഉണ്ടാകുക. ഇങ്ങനെയാണ് കൃപാവരം ജ്വലിക്കുന്നത്. അപ്പം രോഗികളുടെ മേൽ നിങ്ങൾ കൈവച്ചാൽ സൗഖ്യം. അപ്പം ഇതെല്ലാം സുവിശേഷമാണ്. ഓടിപ്പോയ ഉടനെ യേശുവിൻ്റെ സുവിശേഷം പറയുന്നത് മാത്രമല്ല സുവിശേഷം. പലരുടെയും ചിന്ത അങ്ങനെയാണ്, സുവിശേഷം ഇങ്ങനെ പറഞ്ഞ് പരസ്യമൊക്കെ ചെയ്ത് യേശുവിനെ പറ്റി അല്ല, അവിടെ നിൽക്കണം. അവിടെ പരസ്യോഗം ചെയ്യുവാണെങ്കിൽ അവിടെ നിന്നിട്ട് അവിടെ അച്ഛാ എന്നാ രോഗം, അവർ പറയും എനിക്ക് കണ്ട ഭയങ്കര വലിയ വിഷയമാണ്, എനിക്ക് അവിടെ മുഴയുണ്ട്, ഇവിടെ രോഗമുണ്ട്, അവിടെ വേദനയാണ്, ഇവിടെ വേദനയാണ്. ഇതെല്ലാം ഓർത്തോണം, ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല, പിശാചിൽ നിന്നുള്ളതാണ്. എന്നാൽ അച്ഛാ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. അപ്പോൾ ചോദിക്കും നിങ്ങൾ ഡോക്ടറാണോ? അല്ല. ടീച്ചറാണോ? അല്ല. നേഴ്സാണോ? അല്ല. ശാസ്ത്രജ്ഞനാണോ? അല്ല. പിന്നെ ആരാ? രക്ഷിക്കപ്പെട്ടയാളാ. രക്ഷിക്കപ്പെട്ടാൽ എന്നാ എൻ്റെ പ്രത്യേകത? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ദൈവം എൻ്റെ അകത്തൊരു ശക്തി തന്നിട്ടുണ്ട്. ആ ശക്തിക്ക് എന്നാ പ്രത്യേകത? എന്നോട് ബൈബിൾ പറയുന്നു രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. അപ്പം ഈ കയ്യെപ്പറ്റിയാണ് മർക്കോസിൻ്റെ 16:18 പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? അപ്പം സ്വന്തം കയ്യോ നോക്കിക്കല്ലേ, സ്വന്തം കയ്യോ നോക്കിക്കേ, ഒന്ന് കയ്യോ നോക്കിക്കേ, നമ്മുടെ കയ്യെല്ലാം നോക്കിക്കേ. ഈ കയ്യെപ്പറ്റിയാണ് യേശു പറയുന്നത്, രോഗികളുടെ മേൽ വെക്കാനുള്ള കൈയാണ് ഈ കൈ. ആമേൻ. രോഗികളുടെ മേൽ വെക്കാനുള്ള കൈയാണ് നിങ്ങളുടെ കൈ. ആമേൻ. അപ്പം ഈ കൈ വെച്ചാൽ രോഗികൾ സൗഖ്യമാകും. ഇനി ശ്രദ്ധിച്ചോണം, ഇത് തടയപ്പെടുന്നത് എവിടെയാണെന്നറിയാവോ? നമ്മുടെ അകത്തൊരു അവിശ്വാസമുള്ളൊരു ഹൃദയമുണ്ട്. അതാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് ലീഗ പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് അത് ലഭിക്കാതെ പോകാതിരിപ്പാൻ തക്കവണ്ണം ഞാൻ ഭയപ്പെടുക. അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം. ഈ അവിശ്വാസത്തെ എങ്ങനെ ജയിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പോലും അറിയാതെ ഇപ്പോൾ ഇത് കേട്ടോ ഭയങ്കര വിശ്വസിക്കോ ബ്രദറെ ഞാൻ കൈവച്ച രോഗി സൗഖ്യമാകും. പക്ഷെ നമുക്ക് പലപ്പോഴും സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നില്ല. സത്യമല്ലേ? ഒരു സെൽഫ് കോൺഫിഡൻസ് നമുക്ക് പട്ടപ്പെട്ടത്. ഈ ബ്രദർ ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ബ്രദർ എനിക്കൊരു ധൈര്യമില്ല, എനിക്ക് രോഗികളുടെ മേൽ കൈവെക്കാം. ബ്രദർ പറയുമ്പോൾ ഭയങ്കര ബലമൊക്കെയാണ്, പക്ഷേ എനിക്ക് രോഗിയെ കാണുമ്പോൾ കൈ വിറയ്ക്കും, എൻ്റെ കൈ വിറയ്ക്കും. എനിക്കറിയാം യേശു ആ വ്യക്തിക്ക് വേണ്ടിയാണ് മരിച്ചെന്നുള്ള അറിയാം, പക്ഷേ ഒരു പേടി, ഇനി ഞാൻ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെങ്കിലോ? ആ വ്യക്തി ഒരു മൈക്കിസിറ്റി മേടിച്ചോണ്ട് ലോകം മുഴുവൻ പറയും കൊണ്ട് എൻ്റെ മേൽ വന്ന് വലിയ ആൾ കളിച്ച് കൈവച്ചതാ, എൻ്റെ രോഗമൊന്നും മാറിയില്ല. അപ്പം നമ്മുടെ മനസ്സിൽ മൊത്തം അതാ വരുന്നത്. വലിയ മൈക്കിസിറ്റി എടുക്കുന്ന പുള്ളി വിളിച്ചു പറയുന്നു, പേര് പറയുന്നു, ഇന്ന ആൾ പ്രാർത്ഥിച്ച് എനിക്ക് ഒരു വ്യത്യാസവും വന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, സുവിശേഷത്തെപ്പറ്റി എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ആമേൻ. ഇനി എത്ര കളിയാക്കിയാലും, എത്ര പരിഹസിച്ചാലും, എത്ര ഒറ്റപ്പെടുത്തിയാലും എനിക്ക് കർത്താവിൻ്റെ കൂടെയുള്ള വലിയ പദവി ലഭിച്ചിരിക്കുന്നു, എനിക്ക് ഭൂമിയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ലഭിച്ചിരിക്കുന്നു, നിത്യത്തിൽ എനിക്ക് ബാക്കി ഒന്നും എനിക്ക് വിഷയമല്ല. കണ്ടോ? ബാക്കി ഒന്നും എൻ്റെ വിഷയമല്ല. ആമേൻ.
ശ്രദ്ധിച്ചോണം, നമ്മുടെ അകത്തിരിക്കുന്ന കൃപാവരം, സൗഖ്യത്തിൻ്റെ വചനം അഥവാ കൃപാവരം നിങ്ങളുടെ ഉള്ളത്തിൽ നിന്നും നിങ്ങളുടെ കരത്തിലൂടെയും നാവിലൂടെയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇതിന് പാസ് ചെയ്യുന്നൊരു മോഡലുണ്ട്. ഇത് ഹൃദയത്തിലെത്തുമ്പോൾ ഈ അകത്തിരിക്കുന്ന കൃപാവരം ഹൃദയത്തിലിരിക്കുന്ന വിശ്വാസവുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ശരീരത്തിലൂടെയോ കയ്യിലൂടെയോ നാവിലൂടെയോ ആ ഹീലിംഗ് റിലീസാകുകയാണ്. ഇനി ഹൃദയത്തിൻ്റെ ഒരു പ്രശ്നം, ഈ ഹൃദയത്തിൻ്റെ അകത്ത് ഉള്ള ചപ്പും ചവറും എല്ലാം ഉണ്ട്. അവിശ്വാസവും അവിശ്വാസവും അതും ഇതും ഒക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു ചപ്പും ചവറും പോലെ വേസ്റ്റ് പോലെ കിടക്കുക. ഹൃദയം അവിശ്വാസം എന്ന് പറയുന്നത് വലിയൊരു ചപ്പും ചവറും പോലെയാണ്. ഇതിങ്ങനെ നിറഞ്ഞു കിടക്കുക, ചപ്പ് കിടക്കുന്നത് പോലെ, ചവറ് കൂട്ടിയിടിക്കുന്നത് പോലെ ഇതിങ്ങനെ നിറഞ്ഞു കിടക്കും നമ്മുടെ ഹൃദയം. അതുകൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ അവിശ്വാസ ചിന്തകൾ, പാപചിന്തകൾ, ആ ചിന്തകൾ, ഈ ചിന്തകൾ, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ഹൃദയമാണ് നമ്മുടെ ഹൃദയം. അതുകൊണ്ടാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം എന്ന് പറയാൻ കാരണം. അപ്പം ഇതെങ്ങനെയാണ് രോഗസൗഖ്യത്തിലേക്ക് വരാൻ പറ്റുന്നത്? ആമേൻ. ഒന്നാമത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണം. ഹൃദയത്തെ ശക്തിപ്പെടുത്തണം. പൗലോസ് ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. കണ്ടോ, ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അല്ലേ, 2 കൊരിന്ത്യർ 4:13. ഞാൻ എന്താണോ വിശ്വസിക്കുന്നത് അതേ ഞാൻ സംസാരിക്കത്തുള്ളൂ. നിങ്ങളോട് തന്നെ. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തിരിക്കുന്ന അവിശ്വാസം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു കറി ഉണ്ടാക്കി ആൾക്കാരിരിക്കട്ടെ, ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കുന്നവർ, ആദ്യം ഉണ്ടാക്കിയപ്പോൾ സാമ്പാർ ഒത്തോ ഇല്ലയോ? ഒത്തോ ഇല്ലയോ? ഒത്തില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒത്തായിരുന്നു. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഏത് കാര്യവും കുറവുകൾ വന്നേക്കാം. പേടിച്ച് വിറച്ച് ഇത് കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടാകുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന ആകുല ചിന്ത നമുക്കുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളോടൊരു സാമ്പാർ ഉണ്ടാക്കാൻ പറഞ്ഞാലോ, കണ്ണടച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഈസി ആയിട്ട് ഉണ്ടാക്കും. ഞാൻ എന്തുകൊണ്ട് ഈ സാമ്പാർ എന്ന് പറയാൻ കാര്യം, നമുക്ക് ഈ പെട്ടെന്ന് ഞാൻ വലിയ ലോകത്തില്ലാത്ത ഉദാഹരണം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലേ, ഒരു ഭയം ഉണ്ടായിരുന്നു, ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്ത് തുടങ്ങിയപ്പോൾ ഇപ്പോൾ കണ്ണടച്ച് വെച്ചാലും കറക്റ്റായിട്ടെല്ലാം കൂട്ടി നിങ്ങൾ അടിപൊളി സാമ്പാർ ഉണ്ടാക്കും. അതിൻ്റെ കാരണമാണ് എക്സ്പീരിയൻസ്, തഴക്കത്താൽ ലഭിച്ച എക്സ്പീരിയൻസ്. ആമേൻ. അപ്പോൾ ഈ തഴക്കം കൃപാവരത്തിനും ആവശ്യമുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കണം. തുടർച്ചയായി ചെയ്യും തോറും ഇപ്പോൾ എന്നോട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു, നിങ്ങൾ പറയാം ബ്രദറെ ഒരു 10 മിനിറ്റ് പ്രസംഗിക്കാന്ന് വെച്ചാൽ എനിക്കിപ്പോൾ എളുപ്പമാണ്. പക്ഷേ ഒരു 8-10 വർഷം മുമ്പായിരുന്നെങ്കിൽ, 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി പാടായിരുന്നു. കാര്യം ഓരോ ദിവസവും പറഞ്ഞു ഇപ്പം ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് മാത്രം പോലെ കർത്താവിൻ്റെ കൃപയും കൂടെ വേണേ. ഞാനിപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ. അപ്പോൾ നമ്മൾ ചെയ്യും തോറും തഴക്കത്താൽ അഭ്യസിച്ച ഒരു പദം ബൈബിളിലുണ്ട്, തഴക്കത്താൽ അഭ്യസിച്ച. അപ്പം നമ്മൾ ദിവസവും ചെയ്യുമ്പോൾ നമ്മളതിനെ അഭ്യസിക്കുന്നു. ആദ്യം നിങ്ങളോട് തന്നെ പറയണം. പൗലോസ്ലീഹ പറഞ്ഞു, ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കും. ഇനി ശ്രദ്ധിച്ചോണേ, നിങ്ങൾ ഇന്നു മുതൽ പറയുക, കർത്താവേ അനേക ഭൂതങ്ങളെ ഞാൻ ഈ വചനം മർക്കോസിൻ്റെ 16 എല്ലാ ദിവസവും പറയണേ, എല്ലാ ദിവസവും വചനം പറയണം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും, മരണകരമായ സർപ്പത്തെ പിടിച്ചെടുക്കും, മരണകരമായി യാടന്ന് കുടിച്ചാലും ഹാനി വരത്തില്ല, രോഗികളുടെ മേൽ കൈവച്ചാലെങ്കിൽ സൗഖ്യം വരും. ഇത് നിങ്ങൾ എല്ലാ ദിവസവും പറയണം. ഞാൻ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയും. എൻ്റെ ഡ്യൂട്ടി ഇതാണ്. നോക്കിക്കേ, അനേക ബന്ധിതരെ മോചിപ്പിക്കാനുള്ള ആളാണ് ഞാൻ. പക്ഷെ ധൈര്യമില്ല, കഴിവില്ല, പ്രാപ്തിയില്ല, പൈസയില്ല, കൂട്ടുകാരില്ല, സഭക്കാരില്ല, വിശ്വാസികളില്ല. ആകെയുള്ളത് മർക്കോസിൻ്റെ 16 മാത്രം. അതെനിക്കറിയാം കാണാപ്പാടം. ഇനി ശ്രദ്ധിച്ചോണേ, ഈ വചനം നിങ്ങൾ പറയുകയെന്ന് വിചാരിച്ചു. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോട് ഞാൻ സുവിശേഷം പറയും. നോക്കിയേ, സുവിശേഷം പറയും, ഞാൻ എന്നിലൂടെ അടയാളങ്ങൾ നടക്കും, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, ഞാൻ അന്യഭാഷയിൽ സംസാരിക്കും, ഞാൻ സർപ്പത്തെ പിടിച്ചെടുക്കും, മരണകരമായി യാറെന്ന് കുടിച്ചാൽ എനിക്ക് ഹാനി വരത്തില്ല, രോഗികളുടെ മേൽ ഞാൻ കൈവച്ചാൽ സൗഖ്യം വരും. എല്ലാ ദിവസവും നിങ്ങളിത് പറയുമ്പോൾ ശ്രദ്ധിച്ചോണേ, എല്ലാ ദിവസവും നിങ്ങളിത് പറയുമ്പോൾ ബൈബിൾ പറയുന്നു, ഞാൻ എന്ത് വിശ്വസിക്കുന്ന പോലെ ഞാനത് സംസാരിക്കുക.
ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സംശയിക്കുന്ന, പേടിക്കുന്ന, ഭാരപ്പെടുന്ന, പല കാരണം കൊണ്ട് നമ്മളെ ഭാരപ്പെടുത്തുന്ന ഒരു ഹൃദയം നമുക്കുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഈ ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. ഇത് നിറയുമ്പോൾ, ഈ വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാവോ? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് മാറ്റങ്ങളുണ്ടാവും. ദൈവം നിങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. ശ്രദ്ധിച്ചോണം. ഈ മുതൽ ഈ വചനം പറയാൻ തുടങ്ങുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട് ആ വചനം നമുക്ക് ശക്തിയോടെ മാറും. ഈ വചനം നമുക്ക് ശക്തിയായിട്ട് മാറും. അപ്പം നിങ്ങൾ പോലും അറിയാതെ ചുമ്മാ വന്നൊരാൾ പറയുക, ഓ എൻ്റെ കൈക്ക് ഭയങ്കര വേദനയാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ അമൃതാഞ്ജം കൊടുത്തിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു, യേശു വിടിവിക്കട്ടെ. ഇപ്പം പറയും ഒന്ന് കൈവെക്കട്ടെ, ഒരു ധൈര്യം വരും തന്നെ. കാര്യം എന്തെന്നറിയാവോ? ഈ വചനം പറയുമ്പോൾ ഹൃദയം നിറയും. ഹൃദയം നിറയുന്നത് വിശ്വാസമായിട്ടാണ് നിറയുന്നത്. ഹൃദയത്തിൽ വിശ്വാസമായിട്ട് നിറയുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രത്യേകത വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങളിലേക്ക് പോകും. നിങ്ങൾ തന്നെ സുവിശേഷം പറയും. ഒരു വ്യക്തി വന്നുകൊണ്ട് പറയുക, എൻ്റെ കുടുംബത്തിൽ ഒരു സമാധാനമില്ല, ഭർത്താവാണ് കള്ളു കുടിച്ചിട്ട് ഭയങ്കര അടിയും ബഹളമൊക്കെയാണ്, ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവാ. നിങ്ങൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പറയും യേശു നിൻ്റെ കുടുംബത്തെ വിടുവിക്കും. ആ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ അകത്ത് പ്രവചനങ്ങൾ വരും. കാര്യം ആ വ്യക്തിയെ വിടുവിക്കുവാനുള്ള വിളി ഉള്ളതുകൊണ്ട് ആ വ്യക്തിയെ പറ്റിയുള്ള പ്രവചനങ്ങളും തന്നെ വരും. കാര്യം നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു. 2 ലൂക്കോസ് 4:19 ദരിദ്രന്മാരുടെ സുവിശേഷം കർത്താവിനെ അഭിഷേകിച്ചിരിക്കുന്നു, ബന്ധിതരെ മോചിപ്പിക്കുവാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു. ഈ 2 വചനം എല്ലാ ദിവസവും പറയണം. അപ്പോൾ നിങ്ങൾ ജോലി സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ അറിയാം, ആൾക്കാർ തന്നെ വന്നിട്ട് ഓരോ വിഷയം പറയും. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് എന്നോട് വന്നിട്ട് ഈ കാര്യമൊക്കെ പറയുന്നത്? കാരണം ഈ വചനം നിങ്ങളുടെ അകത്തിരുന്നുകൊണ്ട് ആകർഷിക്കുവാൻ തുടങ്ങും. കണ്ടോ? ഈ വചനം ആകർഷിക്കാൻ തുടങ്ങും നിങ്ങളുടെ അകത്തുനിന്നു. നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കും. അറിയാവോ? ആ കൊച്ചിൻ്റെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, എൻ്റെ കുറച്ച് ബ്രദറെ, എൻ്റെ തലമുറ ഭയങ്കര വിഷയത്തിൻ്റെ അകത്തിരിക്കുക. നിങ്ങൾ തന്നെ ആ തലമുറകളുടെ മേൽ വിടുതൽ കൽപ്പിക്കും. നിങ്ങൾ അനേക തലമുറകളെ വിടുവിക്കുന്നവരായി തീരും. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനം നിങ്ങളോട് തന്നെ പറയണം. നോക്കിക്കേ, 1 കൊരിന്ത്യർ 4:14 വാക്യത്തിലല്ലേ, ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. ആമേൻ. 2 കൊരിന്ത്യർ മാറിപ്പോയി. 2 കൊരിന്ത്യർ 4:14 വാക്യം. ആമേൻ. ഞാൻ എന്തു വിശ്വസിക്കുന്നു അത് ഞാൻ സംസാരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ മർക്കോസിൻ്റെ രക്ഷിക്കപ്പെട്ട എത്ര വിശ്വസിക്കുന്നു? രക്ഷിക്കപ്പെട്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ രക്ഷിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. രക്ഷിക്കപ്പെട്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടവരിലൂടെ അടുത്ത വിശ്വാസം അടയാളങ്ങൾ നടക്കും. ഓ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഏതോ ഒരു സഭയോടുകൂടെ ചേർന്നു, അവിടെ കൊണ്ട് നമ്മൾ സൃഷ്ടപ്പെട്ടേക്കുക. രക്ഷിക്കപ്പെട്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട വിശ്വാസിയിലൂടെ അടയാളങ്ങൾ നടക്കും. നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, മരിച്ചവരെ ഉയർപ്പിക്കും. ഞാൻ പണ്ട് കേട്ടൊരു സാക്ഷ്യമാണ്. പണ്ട് കേട്ടൊരു സാക്ഷ്യം, അമേരിക്കയിൽ നടന്നൊരു സാക്ഷ്യമാണ്. വളരെ പ്രശസ്തനായിട്ടൊരു സുവിശേഷൻ, പേരൊക്കെ മറന്നുപോയി, കുറേ വർഷം മുമ്പ് കേട്ടത്. ഏതൊരു പ്രസംഗത്താൽ നടന്ന കാര്യമാണ്. അന്നത്തെ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളൊരു പേരാണത്. കോംപ്ലിക്കേറ്റഡ് ആണ് ആ പേര്. അപ്പം അതുകൊണ്ട് പേര് ഓർത്തുമില്ല ഞാൻ. ആമേൻ. അയ്യോ, ഞാൻ പറഞ്ഞു പിന്നെയാണ് കേൾക്കുന്നത് നിങ്ങൾ. ആമേൻ. ശ്രദ്ധിച്ച്. അപ്പോൾ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു സാക്ഷ്യമാണ്. അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചറായിരുന്നു, ബൈബിൾ പണ്ഡിതനായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ കാലമായിട്ട് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് ഭയങ്കര ബൈബിൾ പണ്ഡിതനാണ്. അപ്പോൾ ആ ഭാഗത്തൂടെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ചില ചെറുപ്പക്കാർ, അവിടെ ഒരു ബൈബിൾ കോളേജ് എന്തോ ഉണ്ട്. അപ്പോൾ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന 2 ചെറുപ്പക്കാർ അവിടെ വന്നു. അപ്പോൾ അവരിങ്ങനെ ഓരോ വീട്ടിലും കയറി സുവിശേഷം പറയും. അപ്പോഴാണ് മനസ്സിലായത് ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ട് സുവിശേഷമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്. ഓക്കെ. അപ്പോൾ അവർ ചെറുപ്പക്കാർ പിള്ളേരാണ്. അപ്പോൾ അവരെ അകത്തോട്ട് ക്ഷണിച്ചു. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ ട്രെയിനിങ് പോലെ വന്നതാണ്, സുവിശേഷം അറിയിക്കുകയും ചെയ്യും,
ഞങ്ങൾക്കൊരു സെമിനാറും അല്ലെങ്കിൽ ട്രെയിനിങ് എന്തോ ഉണ്ട്, അതിൻ്റെ ഭാഗം കൂടെ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഓക്കെ, എന്താ നിങ്ങളുടെ ട്രെയിനിങ്? അപ്പം ഞങ്ങൾ ഓരോ ഭവനത്തിലും കയറി ഓരോ വ്യക്തികൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടോ, അങ്ങനെ കുറേ സംഭവമാണ്. ഞാൻ പൂർണ്ണമായിട്ട് പ്രസംഗം ഓർക്കുന്നില്ല എങ്കിലും. അപ്പം ഇവർ പറഞ്ഞു ഇന്ന ഓരോ വിഷയങ്ങൾ, ഓരോ രോഗത്തെപ്പറ്റി പറഞ്ഞു. രോഗത്തിൻ്റെ പിന്നിൽ ഇന്ന സംഭവമുണ്ട്, രോഗശക്തിയുണ്ട്, രോഗത്തിൻ്റെ സംഭവമുണ്ട്, ദുരാത്മാവുണ്ട്, ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇവരോട് പറഞ്ഞു അപ്പോൾ എന്തോ കാര്യം പറഞ്ഞപ്പോഴേക്കും പുള്ളി പറഞ്ഞു ഇന്ന ഒരു നടുവേദന എനിക്കുണ്ട്, എന്തായിരിക്കും കാരണം? അപ്പോൾ ഇവർ പറഞ്ഞു ചിലപ്പം പല കാരണം കാണുമായിരിക്കും. അപ്പോൾ ഇദ്ദേഹം വലിയ ബൈബിൾ പണ്ഡിതനാണല്ലോ, ഇദ്ദേഹം പാണ്ഡിത്യൻ്റെ അകത്തുകൊണ്ട് പറഞ്ഞു അങ്ങ് അത്ര വലിയ നിങ്ങൾ പറയുന്ന തിയറിയൊക്കെ ശരിയാണ്. തിയറി എന്ന് പറഞ്ഞാൽ വചനപ്രകാരമാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ എൻ്റെ സംഭവം സൗഖ്യമാകേണ്ടതാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കേൾക്കുക. അപ്പോൾ അതേ അവർ സാധാരണ ഒരു ട്രെയിനിങ് പോലെ അവർ പറഞ്ഞു രോഗശക്തി ആയിക്കോട്ടെ, രോഗത്തിൻ്റെ ദുരാത്മാവായിക്കോട്ടെ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവിടെ അത്ഭുതം നടക്കും. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് ഇദ്ദേഹം ബൈബിൾ പണ്ഡിതനാണ്, വലിയ പാണ്ഡിത്യമുണ്ട്. അപ്പം ഇവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഓരോ കാര്യം പറയുവാണ്, ഇതിൻ്റെ കാരണം എങ്ങനെയാണ്. അപ്പോൾ ഒരു പഠിച്ച തിയറി അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, പക്ഷേ ഇവർ ആ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചേക്കുക. അപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ രോഗിയുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്നാണല്ലോ വചനം പറഞ്ഞത്, ഞങ്ങളെന്നാൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്, രോഗശക്തി പോകും. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് അറിയാത്ത വചനമൊന്നും അല്ലല്ലോ, ഞാൻ പഠിപ്പിക്കാത്ത വചനമൊന്നും അല്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ബൈബിൾ വചനത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളെ കർത്താവ് അയച്ചിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവരതുപോലെ സംസാരിച്ചു. ഇവർ കൈവച്ചു, ഇവർ പറയാൻ തുടങ്ങി കർത്താവ് രോഗത്തെ വഹിച്ചതാണ്, കർത്താവ് വേദന വഹിച്ചത്. അത് ബൈബിൾ പണ്ഡിതനായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏത് മനുഷ്യനും വേദന യേശു ക്രൂശിൽ വഹിച്ചതാണ്. ഇവർ കൈവച്ചു, കൈവെക്കാൻ തുടങ്ങി. യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്തപ്പോഴേക്കും ആ വേദന വിട്ടു മാറി. ഇദ്ദേഹത്തിന് വലിയ അതിശയം, കാരണം ബൈബിൾ പാണ്ഡിത്യമുള്ള മനുഷ്യൻ പറയുകയാണ് എന്തുകൊണ്ട് ബൈബിൾ പാണ്ഡിത്യം ഉണ്ടായിട്ടും എനിക്ക് ആ സൗഖ്യം നടന്നില്ല. അപ്പോൾ ബൈബിൾ പാണ്ഡിത്യമല്ല അവിടെ പ്രയോജനം. വിശ്വസിക്കുന്നവർ വിശ്വാസത്തിൻ്റെ ആക്ഷനുകളെ ചെയ്യണം. വിശ്വസിക്കുന്നവർ വിശ്വാസത്തിൻ്റെ ആക്ഷൻ ചെയ്യണം. ഒന്ന്, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് സംസാരിക്കണം. രക്ഷിക്കപ്പെട്ടു, തീർന്നോ, ഫുൾ സ്റ്റോപ്പ് ഇടരുത്. രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എന്നിലൂടെ അടയാളങ്ങൾ നടക്കും. എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള കഴിവുണ്ട്. പറ, എനിക്ക് ഭൂതങ്ങളെ പുറത്താക്കാനുള്ള കഴിവുണ്ടെന്ന് പറ. കഴിവല്ല, ശക്തി ഉണ്ടെന്ന് പറ. ആമേൻ. നിങ്ങളോട് തന്നെ സംസാരിക്കണം. യേശു എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയുവാനും, ലൂക്കോസ് 4:19 ബന്ധിതരെ മോചിപ്പിക്കുവാനും, പീഡിതനെ വിടിവിച്ചയക്കുവാനും, രോഗികളെ സൗഖ്യമാക്കുവാനും, ഭൂതങ്ങളെ പുറത്താക്കുവാനും, സർപ്പങ്ങളെ പിടിച്ചെടുക്കുവാനും, അന്യഭാഷ പറയുവാനും, മരണകരമായി ആടുന്ന അതിൻ്റെ അടുത്ത് ആഭിചാരമോ കൂടോത്രോ എനിക്ക് ഏക്കത്തില്ല. എന്നെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, അഥവാ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് സംസാരിക്കണം. എന്നിട്ട് രോഗികളുടെ മേൽ കൈവെക്കണം. ഞാനിപ്പോൾ എനിക്ക് ചെറിയ സാക്ഷ്യമുണ്ട്. ഞാനൊരു കുഞ്ഞു സാക്ഷ്യം പറയാം, നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും, എന്നാലും ഞാൻ പറയാം. ഞാൻ ഈ കൊച്ചിനെ എല്ലാ ദിവസവും കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലമാണ്. ഞാൻ സാധാരണ നമ്മുടെ അന്യഭാഷാ പ്രാർത്ഥന ഓണാക്കിയിട്ട് നേരത്തെ നിങ്ങൾക്ക് ഓണാക്കിയിട്ട് ഞാൻ അതുകൊണ്ട് പലപ്പോഴും മ്യൂട്ടായിട്ട് ചിലപ്പോൾ അന്യഭാഷ പറയും. തുടങ്ങിയിട്ട് ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, മ്യൂട്ടാക്കുന്ന ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല നിങ്ങൾ. ചിലപ്പോൾ മ്യൂട്ടാക്കും, ചിലപ്പോൾ അന്യഭാഷ പറയും. കാരണം ഞാൻ വണ്ടി ചിലപ്പോൾ യാത്ര ചെയ്യുമായിരിക്കും കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ നേരത്തെ ഒരു 2:30 പോകും. 3 മണി കഴിയുമ്പോഴാണ് സ്കൂൾ വിടുന്നത്. പക്ഷേ 2:30 ഞാൻ നേരത്തെ പോകും. കാരണം 2:30 ചെന്നെങ്കിൽ മാത്രമേ ഏറ്റവും പുറകിൽ പോയെങ്കിലും നമുക്ക് പാർക്കിംഗ് കിട്ടത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് കിട്ടണമെങ്കിൽ മിനിമം ഒരു 2:15, 2:20 പോകണം. അതായത് 3:15 സ്കൂൾ വിടുന്നത്, 3/4 മണിക്കൂർ മുമ്പ് പോയി കിടന്നെങ്കിൽ മാത്രമേ ഒരു പാർക്കിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും മിക്കപ്പോഴും ഞാൻ താമസിക്കും. 2:30 കഴിയും, 2:45 ഭയങ്കര താമസിച്ചു പോകും. അപ്പം ഞാൻ എന്നിട്ട് നമ്മുടെ അന്യഭാഷ പ്രാർത്ഥന ഇട്ടുകൊണ്ട് ഞാൻ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് അന്യഭാഷ പറയും. ചിലപ്പം ഈ സൗണ്ട് പുറത്തുനിന്ന് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും മ്യൂട്ട് ചെയ്യും തുടങ്ങിയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്ത് ചെയ്തു, എന്തുകൊണ്ട് നമ്മുടെ വിശ്വാസം ഉപയോഗിച്ചുകൂടാ? സിമ്പിളാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആയിട്ടാകും. എപ്പോഴും ലേറ്റാണ് നമ്മൾ ആ സമയത്ത്. കാരണം വെച്ചാൽ എല്ലാം ഒരുക്കി വരുമ്പോഴെങ്കിലും നമ്മുടെ ലൈവിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ലേറ്റ് ആയി പോകും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയും കർത്താവ് എനിക്ക് വേണ്ടി ഒരു പാർക്കിംഗ് പ്ലേസ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിരി വരുമായിരിക്കും, പക്ഷേ നിസ്സാര കാര്യമല്ല. അവിടെ കിട്ടാൻ അതുപോലെ ടൈറ്റാണ് അവിടെ. നേരത്തെ തന്നെ ആൾക്കാർ 2:15 തന്നെ ആൾക്കാർ വന്ന് ക്യൂടൊക്കെ അവിടെ. ആ ഏരിയ മൊത്തം കംപ്ലീറ്റ് ഫില്ലായിട്ട് കിടക്കും. 2:15 മുതൽ ഒരു തരി പോലും ആ ഏരിയയിൽ പാർക്കിംഗ് കിട്ടാത്തൊരു ഏരിയ.
പക്ഷെ ഞാൻ 2:45, 2:50, 2:55, 3 ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്ന് പയ്യെ നമ്മുടെ മീറ്റിംഗ് എല്ലാം സെറ്റ് ചെയ്ത് അപ്പോഴേക്കും അത്രയും ലേറ്റ് ആവും എല്ലാം റെഡിയാക്കിയിട്ട് ഇറങ്ങുമ്പോൾ. ഞാൻ അവിടെ ചെല്ലുമ്പോഴേ പറയും, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി ഒരു പാർക്കിംഗ് സ്പേസ് അവിടെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധിച്ചത്, ഞാൻ എത്ര ലേറ്റ് ആയാലും ആ തിരക്കുള്ളടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കറക്റ്റ് സ്പേസ് അവിടെ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം വണ്ടി പാർക്ക് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, കറക്റ്റായിട്ട് ഒരു സ്പേസ്, ആരും കൊണ്ടിടാത്തൊരു സ്പേസ്. ഒരിക്കലും ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് ചെറുതായിട്ട് തോന്നുമായിരിക്കും, കാരണം ആ ഒരു സിറ്റുവേഷൻ ഉള്ളവർക്ക് അത് കറക്റ്റ് മനസ്സിലാവും. എറണാകുളം ടൗണിൽ കൊണ്ട് നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കി എങ്ങനെ അതുപോലത്തെ അവസ്ഥയാണ്, അതിനേക്കാളും അവസ്ഥയാണ് ഇവിടെ. അപ്പോൾ കറക്റ്റ് ഒരു എനിക്ക് വേണ്ടി എപ്പോഴും റിസർവ് ചെയ്തിട്ടിരിക്കുന്നത് പോലൊരു സ്പേസ് അവിടെ കാണും. ആമേൻ. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ സംഭവിക്കും, നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ കാർ പാർക്കിംഗ് അല്ലേ, എന്നാ പറയാനാ, ഒന്ന് ഉപയോഗിക്കുക ആ ശക്തിനെ. നമ്മൾ പലപ്പോഴും നിസ്സാരമെന്ന് പറയുന്നതിനെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുപ്പിക്കണം. ഓരോ സെക്കൻഡും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം, ഓരോ സെക്കൻഡും പറയണം. ചെറിയ കാര്യമായിക്കോട്ടെ, അതിനെ ഉപയോഗിക്കണം. കാരണം നമുക്ക് ട്രെയിനിങ് വേണം, നമ്മുടെ സ്പിരിച്വൽ സെൻസുകളെ എക്സസൈസ് ചെയ്യണം. ഇനി ആദ്യത്തെ കാര്യം, ഇനി രോഗികളുടെ മേൽ പ്രാർത്ഥിക്കുക. നിങ്ങളത് വിശ്വസിക്കുന്ന കാര്യത്തെ സംസാരിക്കാൻ തുടങ്ങണം. ഞാൻ ശ്രദ്ധിച്ചോണം, ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഈ മാസം തീരുന്നതിൻ്റെ അകത്ത് തന്നെ ഇത് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ എപ്പോഴും പറയണം. അനേക ആൾക്കാർ നിങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി പോവാം. തുടങ്ങിക്കൂ. ദൈവം അയക്കും നമ്മുടെ അടുത്തോട്ട്. ഈ വ്യക്തിയുടെയൊക്കെ ദൈവം നമ്മുടെ അടുത്ത് ഉന്തി വീഴും ചിലരെ. ഞാൻ പണ്ട് പറഞ്ഞ സാക്ഷ്യമല്ലേ, ഞങ്ങൾ ഒത്തിരി ഇനി കേൾക്കാത്തവരുണ്ട്, കേൾക്കാം. വൈക്കത്ത് ഉല്ലല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഉല്ലല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പണ്ടൊരു വീട്ടിലൊരു പ്രാർത്ഥന വെച്ചു, 2018 വിശ്വാസികളല്ല, വിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ അവിടെ പോയി ഞാനിങ്ങനെ സുവിശേഷം പറയുന്ന സമയത്ത് ഒരു സഹോദരി ഒറ്റ ചാട്ടത്തിൻ്റെ അകത്തോട്ട് കയറി വന്നു. ഞാനോർത്ത് തന്നെ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ചാടി വരിക. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി സിസ്റ്ററെ എന്ന് ചോദിച്ചു. ഉടനെ സിസ്റ്റർ പറയാം, ബ്രദറെ ഈ വീട്ടിൽ എന്നാ പരിപാടി എന്ന് അറിയാൻ വേണ്ടി, അയൽവക്കത്തെ ആൻറ്റിയാണ് കേട്ടോ, അവരെ വിളിച്ചില്ല. വിളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരും അതുകൊണ്ട് വരാത്തോണ്ട് വിളിച്ചത്, അവർ വരത്തില്ലെന്ന് അറിയാത്തോണ്ട് വിളിച്ചാൽ. ഈ ഒച്ചമകൾ എന്നാന്ന് അറിയാൻ വേണ്ടി, ഇവർ ഭയങ്കര സുഹൃത്തുക്കളാണ്, പക്ഷേ പ്രാർത്ഥനയ്ക്ക് വിളിച്ചില്ല അവർ. ചിലപ്പം വേറെ എന്തെങ്കിലും കാരണം കാണുമായിരിക്കാം. അപ്പം ഞാൻ അടുക്കള വഴി വന്നിട്ട് അടുക്കളവാതിൽ കുറ്റിയിട്ടിട്ട് എന്തുവാ സംഭവം എന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ നിൽക്കുമായിരുന്നു. അടുക്കളവാതിൽ കുറ്റിയിട്ടിട്ട് അതേ ചാരി നിൽക്കുക. സഹോദരി പറയും, ആരോ എന്നെ പിടിച്ചൊരു ഒറ്റ ഉന്ത് പ്രാർത്ഥനയുടെ നടുക്കൂട്ട്. കണ്ടോ? ഇനി വാതിൽ തുറന്നിട്ടാണെങ്കിൽ ആരെങ്കിലും തള്ളിയെന്ന് പറയാം. ഇത് കുറ്റിയിട്ടിട്ട് ഡോറെ ചാരി നിൽക്കുവാന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കുന്ന ഒരാളെ പിടിച്ചൊരു ഒറ്റ തള്ളിനകത്തോട്ട് വന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾ സുവിശേഷം പറയാൻ തുടങ്ങിയാൽ ദൈവം ആൾക്കാരെ ഉന്തിക്കൊണ്ട് വരും. ആമേൻ. നിങ്ങൾ വചനം പറഞ്ഞ കർത്താവേ, ദൈവം ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്തിനാണെന്ന് അറിയാവോ? അനേകരെ തീയിൽ നിന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ സ്വർഗത്തിൽ കയറി ഇരിക്കുമ്പോഴേക്കും താഴെ നിങ്ങളുടെ കൂട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളൊക്കെ നരകത്തിൽ കിടന്ന് ഇങ്ങനെ വേകുമ്പോൾ, ധനവാനെ പോലെ ചാകാൻ നിൽക്കുമ്പോൾ നിങ്ങൾ മുകളിൽ നിന്നുകൊണ്ട് സുഖിച്ചിരിക്കാൻ പറ്റുമോ? പറ, നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ സന്തോഷത്തോടെ? പറ്റുമോ ഇല്ലയോ? നമുക്ക് പറ്റുമോ? ഇല്ല. നിങ്ങൾ അവരെ വിടിവിക്കാനുള്ളവരാ. യേശു ചോദിക്കും, ആ വെള്ളിയാഴ്ച എന്ത് ചെയ്യുമായിരുന്നു? അയ്യോ ബ്രദറെ, കർത്താവെ ഞാൻ വെള്ളിയാഴ്ച ഭയങ്കര തിരക്കായിരുന്നു. ചൊവ്വാഴ്ചയോ അയ്യോ അതിനേക്കാളും വലിയ തിരക്ക്. തിങ്കളാഴ്ചയോ ഞങ്ങളൊന്നും പ്രാർത്ഥിച്ച കർത്താവെ ഒന്നും നടക്കത്തില്ല. തമ്പുരാൻ പറയും, ഇതെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട ചോദിക്കുമ്പം. കണ്ടോ? സുവിശേഷം എൻ്റെ മേൽ നിർബന്ധമാണ്. കർത്താവ് ചോദിക്കും, നീ എൻ്റെ നാമത്തിൽ എന്തു ചെയ്തു? നമ്മൾ പറയും, കർത്താവെ ഞാൻ പറഞ്ഞിട്ടൊന്നും ആരും കേട്ടില്ല. നിർത്തരുതേ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, സുവിശേഷം പറയുന്നതിന് മുമ്പ് ആദ്യം നിങ്ങളോട് സംസാരിക്കണം. ആദ്യം ചെയ്യേണ്ടത്, പുറപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ബലപ്പെടണം. അതിനാദ്യം ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെ പറയണം, ഞാൻ വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് എന്നിലൂടെ അടയാളങ്ങൾ നടക്കും. അടുത്തത് ഒന്ന് പറ. അടുത്തത് കാണാപ്പാഠം പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞേ, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാ. അടുത്തത് അപ്പൊ ഈ ശക്തിയും വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സ്വതന്ത്രം പറഞ്ഞുകൊണ്ട് ചർച്ചിന്റെ ഏറ്റവും മൂലയ്ക്ക് പോയിരിക്കുന്നത്.
നമ്മളിങ്ങനെ കാഴ്ചക്കാരായിട്ടിരിക്കുക. നമ്മൾ കാഴ്ചക്കാരല്ല, തീയിൽ നിന്നും വലിച്ചെടുക്കുന്നവരാണ്, സുവിശേഷകരാണ് നിങ്ങൾ. ആമേൻ. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളോട് തന്നെ പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വിശ്വാസം വർദ്ധിക്കും. ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുക. ഹൃദയത്തെ നിറയ്ക്കുക. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് കൃപാവരങ്ങൾ ജ്വലിക്കുവാൻ തുടങ്ങും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങും. ഭൂതങ്ങളെ ഓടിക്കുക. നിങ്ങൾ ചിലപ്പം നടക്കുന്ന വഴിയിൽ ഭൂതങ്ങൾ അലറിമാറും. കാതറിൻ കൂൾമാനെ പറ്റി കേട്ടോ, എന്നത്തെ ചരിത്രം പറയുന്നു. കാതറിൻ കൂൾമാൻ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ആ ഹോട്ടലിൽ അറ്റാച്ച്ഡ് ആയിട്ടൊരു ബാർ ഉണ്ടായിരുന്നു. ഈ നിങ്ങൾക്കറിയാം, അമേരിക്കയിലൊക്കെ അങ്ങനെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് അങ്ങനെ. ഇപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടല്ലേ, ഹോട്ടലും ബാറും എല്ലാം കൂടി സ്ഥലമുണ്ട്. കാതറിൻ കൂൾമാൻ തൻ്റെ മുറിക്കകത്തോട്ട് കയറി താൻ ആ ഡ്രസ്സ് മാറുന്ന ടൈം ആയപ്പോൾ വലിയ നിലവിളി കേൾക്കുക. പെട്ടെന്ന് കാതറിൻ കൂൾമാൻ ദേവദാസി ഡോറ് തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ബാറിൽ നിന്ന് ഭയങ്കര നിലവിളി, കൂട്ടത്തല്ലി പോലെ ബലവിളിയാ. ചെന്ന് ആൾക്കാരെല്ലാം കൂടി നോക്കുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാർ പാപബോധത്താൽ നിലവിളിക്കുക. കാരണം കാതറിൻ കൂൾമാന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം അവരുടെ അകത്തിരുന്ന ദുരാത്മാക്കൾ ഇളകാൻ തുടങ്ങി. അവരുടെ നിന്ന് ഭൂതങ്ങൾ വിട്ടുപോയി പാപബോധത്താൽ ദൈവത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. കണ്ടോ, മദ്യപാനത്തിന് ദുരാത്മാക്കൾ ഇളകാൻ തുടങ്ങി. കാതറിൻ കൂൾമാൻ പ്രാർത്ഥിച്ചില്ല. പ്രാർത്ഥിക്കുന്ന ഒരാൾ നേരെ ഒന്ന് പാസ് ചെയ്ത് പോയതേ ഉള്ളൂ, തൊട്ടപ്പുറത്തൊന്ന് താമസിച്ചതേ ഉള്ളൂ. ഭൂതത്തിന് ഇരിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അഭിഷേകത്തിന്റെ ജ്വലനമാണ്. ആമേൻ. അപ്പൊ ഇനി മുതൽ കൈ മുറിയുമ്പോൾ തന്നെ കൈ വെച്ചോണം. കൈ മുറിയുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പറ, ഉപയോഗി ശക്തിനെ നിങ്ങളിൽ തന്നെ ആരംഭിക്കുക. ആ ഷുഗറിനെ നോക്കിയിട്ട് വേറെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചാടി നിൽക്കാതെ ആ സ്വന്തം ഷുഗറിന്റെ കൈ വെച്ചിട്ട് പറയാം, കർത്താവേ, പുതിയ ഇൻസുലിൻ സിസ്റ്റത്തിന് നന്ദി. യേശുവിന്റെ അടിപ്പിണരാൽ എൻ്റെ സകല ഷുഗറും ക്രൂശിൽ യേശു വഹിച്ചതാ. കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം. ഞാൻ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. ഇതെന്റെ കൈയെ പറ്റി പറയുന്നത്. എൻ്റെ കരത്തിലൂടെ ആ ഭർത്താവിന് രോഗിയാണെങ്കിൽ ഭർത്താവിന്റെ തൈമേൽ കൈവച്ചിട്ട്, അച്ചായാ അയ്യോ മരിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാതെ കൈവച്ചിട്ട് പറ. ബൈബിൾ മർക്കോസിന്റെ 16 പറയുന്നു, രോഗികളുടെ മേൽ കൈവച്ചാൽ. ഈ കൈയെ പറ്റിയാ പറയുന്നത്, എൻ്റെ കൈയെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഈ കൈവച്ചാൽ സൗഖ്യം നടക്കും. സൗഖ്യം കാണുന്നത് വരെ കൈവച്ചുകൊണ്ടിരിക്കുക. ആമേൻ, ആമേൻ. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. പുതുഭാഷയിൽ അപ്പൊ ഈ പുതുഭാഷയിൽ സംസാരിക്കുന്നതിന്റെ അർത്ഥം എന്തിനാണ്? അന്യഭാഷയെപ്പറ്റി നമ്മൾ ഒത്തിരി ഒരു സീരിയസ് തന്നെ എടുത്തിട്ടുണ്ടല്ലേ. നോക്കിക്കേ, അവർ പുതുഭാഷയിൽ സംസാരിക്കും. പുതുഭാഷയിൽ സംസാരിക്കുന്നത് ആത്മീക വർധനവിന് വേണ്ടിയാ അന്യഭാഷയിൽ സംസാരിക്കുന്നത്, അല്ലേ? സർപ്പത്തെ പിടിച്ചെടുക്കും. ഓ പിശാശ്, ബ്രദറെ, പിശാശ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? പിശാചിനെ പിടിക്കേണ്ട ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ. ആമേൻ. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ വിശ്വസിക്കുന്നത് സംസാരിക്കണം. എല്ലാ ദിവസവും ഞാൻ ചോദിക്കും, പറയണം, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഭൂതങ്ങളെ ഞാൻ പുറത്താക്കും, എൻ്റെ അത് ശക്തിയുണ്ട്. ഇത് പറയുമ്പോൾ ഭൂതത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. അറിയാവോ? നിങ്ങളുടെ ഭവനത്തിൽ ആരുടെയെങ്കിലും മേൽ ഭൂതം ഉണ്ടെങ്കിൽ അത് ഇളകും. ഭൂതം ഇളകും. ഭൂതത്തിന് പിന്നെ നിൽക്കാൻ വേണ്ട. അത് രോഗശക്തി ആയിക്കോട്ടെ, കലഹത്തിൻ്റെ ദുരാത്മാവായിക്കോട്ടെ, മദ്യപാനത്തിൻ്റെ ദുരാത്മാവായിക്കോട്ടെ, തകർച്ചയുടെ ദുരാത്മാവായിക്കോട്ടെ, സാമ്പത്തിക തകർച്ച കൊണ്ട് ദുരാത്മാവായിക്കോട്ടെ, അത് ഇളകാൻ തുടങ്ങും. കാരണം നിങ്ങൾ എല്ലാ ദിവസവും പറയും, ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. അപ്പോൾ തമ്പുരാൻ നിങ്ങളിലേക്ക് രോഗികളെ ഉന്തിവിട്ടുകൊണ്ടേയിരിക്കും, തള്ളിക്കൊണ്ടിരിക്കും. വാ ഇങ്ങോട്ട്, അവിടെ ചെല്ല്. ആ വ്യക്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ടോ, എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് യഹോവ കുനിഞ്ഞ് മനുഷ്യന്മാരുടെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ ദിവസവും പറയണം, വിശ്വസിക്കുന്നവർ സംസാരിക്കണം. എങ്ങനെയാണ് ബ്രദറെ? പലരും ചോദിക്കും, സീക്രട്ട് തന്നെ ബ്രദറെ, ദൈവ സുവിശേഷ വേലയിൽ ഉപയോഗിക്കാൻ എന്താ? ഒത്തിരി പേര് ചോദിക്കും, ബ്രദറെ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്? എളുപ്പ വഴിയാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ദിവസവും പറയുക. പറയുമ്പോൾ ഹൃദയം നിറയുമ്പോൾ അത് വിശ്വാസമാകും. വിശ്വാസമാകുമ്പോൾ വിശ്വാസത്തിന് ആകർഷിക്കുവാൻ കഴിവുണ്ട്. അത്ഭുതങ്ങളെ ആകർഷിക്കുവാൻ കഴിവുണ്ട്. ആമേൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും പറയണം. അപ്പം ലോകത്തിൽ യേശുവിനെ അറിയാത്ത മനുഷ്യർ ബന്ധനത്തിലാണ്. ഈ സത്യമാണ് ബ്രദറെ, സത്യമാണ്. ബൈബിൾ പറയുന്നു, പിശാച് അവരെ അടിമയാക്കി വെച്ചിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു അവിശ്വാസികളുടെ കണ്ണിനെ കുരുടാക്കി വെച്ചിരിക്കുന്നു. ഞാൻ ആ വാക്യം പറഞ്ഞായിരുന്നല്ലോ, അല്ലേ?
അവിശ്വാസികളുടെ കണ്ണിനെ നോക്കിക്കേ, വാക്കുണ്ടോ? എത്രാമത്തെ വാക്യ? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുക. വിശ്വാസിയല്ല, അവിശ്വാസിയുടെ. അപ്പൊ നിങ്ങൾ വിശ്വാസിയാണെങ്കിൽ യേശുവിനെ അറിയാത്തത് അവിശ്വാസിയാ. എന്നാ അവൻ നരകത്തിൽ പോട്ടെ. നരകത്തിൽ പോകാന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും പിടുത്തം വീഴും. കർത്താവ് ചോദ്യം വരും, എന്തുകൊണ്ട് അവരെ തീയിൽ നിന്നും വലിച്ചിറക്കിയില്ല? അയ്യോ ബ്രദർ, ഞാൻ കണ്ടുള്ള കൃപയൊന്നും ഇല്ലായിരുന്നു. യേശു പറയും, എന്തുകൊണ്ട് വിശ്വസിച്ചത് സംസാരിച്ചത് ബലപ്പെട്ടില്ല? കണ്ടോ? അപ്പം ഇനി രോഗികളെ കാണുമ്പം ഓർത്തോണേ, ആ രോഗിയെ വിടിവിക്കുവാൻ യേശു എന്നെ ആക്കി വെച്ചിരിക്കുക. കൈവച്ച് പറയണം. ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. എന്താ പ്രാർത്ഥന? വലിയ അരമണിക്കൂർ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നും വേണ്ട. 2 വാക്ക്. യേശു ക്രൂശിൽ ഈ വ്യക്തിയുടെ രോഗം വഹിച്ചു. കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ശക്തിയെയും രോഗത്തിൻ്റെ ദുരാത്മാവിനെയോ എന്തുവായിക്കോട്ടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയെ ഞാൻ പുറത്താക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി. സൗഖ്യമാകണേ എന്ന് പറയരുതേ. കാര്യം യേശു ക്രൂശിൽ വില കൊടുത്തത് കൊണ്ട് സൗഖ്യമായിരിക്കുന്നു. അങ്ങനെ പറയുന്നത് കർത്താവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ആദ്യം ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തിൽ ആദ്യം തുടങ്ങിയത് പരിപാടി. കൈവച്ച് എല്ലാ വേദനയോടും പറയുന്നത് യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. എല്ലാ ദിവസവും പറയുമ്പോൾ പിന്നെ മറ്റുള്ളവരെ കാണുമ്പോൾ പറയാനൊരു ദ്വര വരും, നമ്മുടെ അകത്ത് ടെൻഡൻസി വരും. നമ്മൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് ബലമില്ലാത്തത്. ആമേൻ. കാരണം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വിടുതലുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് എന്തുണ്ടാവും? വിടുതലുണ്ടാകും. ഈ കോൺഫിഡൻസ് ആദ്യം വരുന്നത് എൻ്റെ അകത്താണ്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇത് മറക്കരുത്, നമ്മുടെ 3-ാമത്തെ സുവിശേഷത്തിന് വേണ്ടിയുള്ള ക്ലാസ്സാണ്. എത്ര പേർക്ക് ഇത് അനുഗ്രഹമായിരുന്നു? ഒരു ബലം ഉണ്ടായോ? ആമേൻ. തിരുവനന്തപുരത്ത് 16-ാം തീയതി നമ്മളൊരു പ്രാർത്ഥന വെക്കുവാൻ, ആരും ലെഫ്റ്റ് ആകരുത്, 16-ാം തീയതി ഒരു പ്രാർത്ഥന വെക്കുവാൻ ആരംഭിക്കുന്നു. പ്രയർ സ്റ്റേഷൻ്റെ ഷോർട്ട് നോട്ടീസ് ആണെന്ന് എനിക്കറിയാം. നമ്മൾ ആദ്യം നോക്കിയ ഹോള് YMC അത് റെഡിയായില്ല, ഓൾറെഡി ബുക്ക്ഡ് ആയിപ്പോയി. അപ്പോൾ ഇന്ന് ഒരു സഹോദരി അന്വേഷിച്ചിട്ട് എന്ന് പറയാൻ ഇടയായി തീർന്നു, ഒരു ഹോൾ ഉണ്ട്. അപ്പം അന്യഭാഷാ പ്രാർത്ഥനയ്ക്ക് എത്ര പേര് തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്കത് ക്രമീകരിക്കാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ കിട്ടിയേക്കുന്ന ഒരു ഹോളെന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? നമ്മുടെ പോളിയോ ഏതായിരുന്നു അതിൻ്റെ പേര്? ഞാൻ പോളിയോ ഹോം തിരുവനന്തപുരത്ത് അല്ല, അത് എവിടെയായിരുന്നു കറക്റ്റ് സ്പോട്ട്? പിന്നെ പിന്നെ എന്തോ എൻ്റെ പേര്, എനിക്ക് വോയിസ് റെക്കോർഡ് ഇപ്പോൾ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ. ആരായിരുന്നു എനിക്ക് സിസ്റ്ററിന്റെ പേരെങ്ങനെയായിരുന്നു? ആ ഹോളിന്റെ പേര് ജനുവരി 16 ബ്രദറെ? അല്ല, ഡിസംബർ ബുധനാഴ്ച. ഷോർട്ട് നോട്ടീസ് ആണ്. പറ്റുന്നവരുണ്ടോ? അല്ല, ഇപ്പൊ പറഞ്ഞ ഹോള് എന്താ? പോളിയോ ഒരു പേര് ഞാൻ ഓർത്ത, പക്ഷെ പറയാൻ വന്നു. ഒരു മിനിറ്റ്. മൗണ്ട് സിയോൺ AC മിനി ഹാൾ ട്രിവാൻഡ്രം. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത്. മൗണ്ട് സിയോൺ ടവേഴ്സ് നന്ദാവനം. മൗണ്ട് സിയോൺ ടവറിലെ കിട്ടിയത്. മൗണ്ട് സിയോൺ ടവേഴ്സ് നന്ദാവനം പാളയം. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ആ ഹോളാ പറഞ്ഞേക്കുന്നത്. ആ ഹോളാണ് ക്യാൻസൽ ആയി കിട്ടാതെ വന്ന ആ ഹോളാണ് പറഞ്ഞത്, അല്ലല്ലോ? അത് IMC അല്ലേ പറഞ്ഞത്? ഓക്കെ. ഈ ഹോള് പാളയത്താണ്. അപ്പം കൊല്ലത്തുള്ളവർക്ക് ഗ്രൂപ്പിൽ ഓൾറെഡി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ പ്രയർ ലൈൻ നമ്പറിലേക്കൊക്കെ നമ്മളത് കൗണ്ട് ചെയ്യുന്നുണ്ട്. 100 പേരുടെ ഹോളാണത്. അതിനി അതിൻ്റെ കൂടുതലാണെങ്കിൽ നമുക്ക് ഹോള് ചേഞ്ച് ചെയ്യേണ്ടി വരും. അഥവാ അതിൻ്റെ അകത്ത് അത്രയുള്ള ആൾക്കാരെ ഉള്ളെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളത് പറയണം. കൺഫേം ചെയ്തതിന് ശേഷം നമ്മുടെ ലൈവ് ചെയ്യുന്ന സഹോദരങ്ങളിൽ സ്ക്രീനും ഒക്കെ ആയിട്ട് അവർ എറണാകുളത്തു നിന്നാണ് പറയുന്നത്. അവരെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടതുണ്ട്. എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അതുകൊണ്ട് കൊല്ലത്തുള്ള നമുക്ക് ഒരുപാട് ദൂരമാണ് ബ്രദർ. ഇത് കൊല്ലത്തുനിന്ന് വരാനായിട്ട് ഭയങ്കര ദൂരമാണോ? ദൂരമാണ് ബ്രദർ. അത് നമുക്ക് നന്ദാവനല്ലേ?
പാളയത്ത് എന്ന് പറയുകയും വരാം, മ്യൂസിയത്തിന്റെ അടുത്ത് ബ്രദർ അതല്ല, ആ ചുറ്റുവട്ടത്തുള്ളവർക്ക് നമുക്ക് കൊല്ലം ജില്ല നമുക്ക് ഇനി കുണ്ട്രയ ഭാഗത്താ, ഇവിടുന്ന് ഒത്തിരി ദൂരമാണ് നമുക്ക് വരാന്. ആണോ? കൊല്ലത്ത് എവിടെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുക ബ്രദർ. അപ്പോഴേ കൊല്ലത്ത് ഇട്ടുവാണെങ്കിൽ അവിടെയും കൂടെ പ്രയർ നടത്താനായിട്ട്. തീർച്ചയായിട്ടും കൊല്ലംകാരും കൂടെ നോക്കുന്ന ഇതിപ്പോ ഞാൻ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വാ, എന്നിട്ട് കൺഫേം ചെയ്യട്ടെ. ഞാൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ പ്രെയർ ലൈൻ നമുക്കിവിടെ കാണുന്നതായിരിക്കും. അതിലേക്ക് നിങ്ങൾ അവർ ബന്ധപ്പെടുക. നമുക്കത് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. ഹോളിൽ എത്ര പേര് ട്രിവാൻഡ്രത്ത് കൂടാനുണ്ട് എന്നറിഞ്ഞിട്ട് അന്യഭാഷാ പ്രാർത്ഥന വെക്കാൻ വേണ്ടിയാണ് ഞാനിത് ചോദിക്കാൻ കാരണം. നമുക്ക് അവിടെയുള്ള കാര്യങ്ങൾ ബാക്കി ലൈവ് സ്ട്രീമിൻ്റെ അവരൊക്കെ ബുക്ക് ചെയ്യേണ്ടതാണ്. ഡിസംബർ ആകുമ്പോൾ അവരെല്ലാവരും തിരക്കാണ്. 16-ാം തീയതി ഈ മാസമാണ്. 4-5 ദിവസം കൂടി ഉള്ളൂ. അത് നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷേ അത് ഹോള് കിട്ടാത്തതുകൊണ്ട് നമ്മളത് മാറ്റി വെച്ചു. പെട്ടെന്നാണ് ഹോൾ ആയത്. അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ, ഇല്ലെങ്കിൽ നമുക്കൊരു ചേഞ്ച് വരുത്തേണ്ടി വരും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് പറയാം. ഹലോ ബ്രദർ, എന്തോ നമുക്ക് ആ ഹോളില് എല്ലാ കാര്യങ്ങൾക്കും സൗകര്യമുണ്ട് ബ്രദർ. ഒന്നിനെ പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല. എല്ലാം ഓക്കെയാണ് ബ്രദർ. എല്ലാം അതാ പറഞ്ഞത്. നമുക്ക് എല്ലാവരും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ലൈവ് ചെയ്യാൻ വേണ്ടി ചെയ്യാനുള്ള ആൾക്കാർ എറണാകുളത്ത് നിന്നാണ് അവർ വരുന്ന സൗകര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അവർക്ക് ചെയ്യേണ്ടതുണ്ട്. അവരും എന്നോട് ചോദിക്കുന്നത് കൺഫേം ആണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് അത്രയും ദൂരം വരേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാം അവിടെ നിന്ന് വന്ന് ജോയിൻ ചെയ്യണം. ഓക്കെ, കുഴപ്പമില്ല. ഇനി ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. നമ്മൾ ഇന്ന് രോഗസൗഖ്യ വരത്തെ ഉപയോഗിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്. രോഗികളായി ഭാരപ്പെടുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. വേഗത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ കൃപ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കൃപാവര ശുശ്രൂഷകൾ, പ്രത്യേകിച്ച് പ്രവചനവര ശുശ്രൂഷകളൊക്കെ നമ്മൾ ഒരു ദിവസം അതിനുവേണ്ടിയുള്ളൊരു ടൈം മാറ്റി വെക്കുന്നുണ്ട്. ഈ മാസത്തിലൊന്ന് നമ്മൾ ഈ സുവിശേഷ വർഷത്തിൻ്റെ ഒരു മീറ്റിംഗ് രാവിലെ മുതൽ നമ്മൾ ഉച്ചവരെയൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതലും പ്രവചന വരത്തെ കൂടുതൽ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അങ്ങനെ കാണിക്കാമെന്നല്ല, അത് നമുക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് കൂടുതൽ അതിനെ എന്താ പറയുന്നത്, നമുക്കത് എക്സസൈസ് ചെയ്യാം. ആമേൻ. അപ്പോൾ നമുക്കിപ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. രോഗികളായി ഭാരപ്പെടുന്നവർ കേട്ടെ. ഇന്ന് രോഗി അയക്കുന്നവർ ആദ്യം കേൾക്കേണ്ടത് നിങ്ങളുടെ രോഗം യേശു ക്രൂശിൽ വഹിച്ചു. 2, രോഗസൗഖ്യം ആ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും. രോഗിയെ ഞാൻ ആദ്യം പറഞ്ഞു, ഇത് ലീഡർഷിപ്പ് അനോയിൻറ്റിങ് അല്ല, ഇത് സുവിശേഷത്തിന് വേണ്ടിയുള്ളതാണ്. ലീഡർഷിപ്പ് അനോയിൻറ്റിങ് വേറെയാണ്. ആദ്യം ഞാൻ പറയുന്നല്ലോ, ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ വളരെ വ്യത്യാസമാണ്. അതിനെ ദൈവം നിങ്ങളെ ഒരുക്കിയെടുക്കും. അത് നമുക്ക് പെട്ടെന്നാകാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ ദൈവാത്മാവ് എങ്ങനെയാണ് നീതിക്കുന്നത് അങ്ങനെയാകും. അല്ലാത്ത പക്ഷം നമുക്ക് ഒരിക്കലും നമുക്ക് ചാടി വരാൻ പറ്റുന്ന ശുശ്രൂഷയല്ല ബാക്കിയൊന്നും. ഈ സുവിശേഷം എന്നുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ബാക്കി ശുശ്രൂഷകളൊക്കെ ദൈവ നിയോഗത്താൽ നടക്കുന്നതാണ്. ഒരു ഇടയ ശുശ്രൂഷ, പരിപാലന ശുശ്രൂഷ, അതൊക്കെ ദൈവാത്മാവിൻ്റെ വലിയ നിയോഗങ്ങളുടെ ശുശ്രൂഷയാണ്. ഞാൻ പറഞ്ഞൊരു ഇടയെന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര റിസ്ക്കുള്ള ശുശ്രൂഷയാണ്. റിസ്ക്കുള്ള ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശുശ്രൂഷകർക്കുള്ള മീറ്റിംഗ് എന്നാണ് പറഞ്ഞത്. അറിയാൻ മാർക്കും അത് അങ്ങനെയല്ല, ഇത് സുവിശേഷകർക്കുള്ള മീറ്റിംഗാണ് ഇതെല്ലാം. ആമേൻ. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ സുവിശേഷകരായിട്ടുള്ളവർ ആദ്യം നമ്മൾ കീഴ്പ്പെടുന്ന ഒരു മനോഭാവം വേണം. 1, പരിശുദ്ധാത്മാവിലും ദൈവത്തിലും കീഴ്പ്പെടണം. 2, നിങ്ങളെ നടത്തുന്ന ആൾക്കാരെ കീഴ്പ്പെടണം. നമുക്കകത്ത് നേകളം പിശാച് കൊണ്ടുവരും. 2 രോഗസൗഖ്യം ചെയ്യുമ്പോഴേക്കും, 2 പ്രവചനം പറയുമ്പോഴേക്കും നമ്മുടെ അകത്തൊരു ചിന്ത വരും, ഞാൻ വലിയ ആളായെന്നുള്ള ചിന്ത വരുമ്പോഴേക്കും ഇല്ലില്ല, ഒന്നുകൂടെ താഴുക നമ്മൾ. ഈ കർത്താവ് എന്നെ ഉപയോഗിച്ചു, ആ ബ്രദർ എന്നെ പഠിപ്പിച്ചു, അല്ലെങ്കിൽ ആ ബ്രദർമാർ എന്നെ പഠിപ്പിച്ചതാ, ആ ഒരു കൈവപ്പ് എനിക്കൊരു അനുഗ്രഹമായി തീർന്നതാ, ആ ദൈവത്തെ ഞാൻ, ആ കർത്താവിൻ്റെ ശുശ്രൂഷയെ ഞാൻ ബഹുമാനിക്കുന്നു. നമ്മൾ വളരുവാണ്. എങ്ങനെ? താഴുമ്പം ദൈവം നമ്മളെ വളർത്തുവാണ്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുക. യേശുവേ, ഇന്ന് നിങ്ങൾ വീടിൻ്റെ അകത്ത്, നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് എപ്പോഴും നിങ്ങൾ കൽപ്പിച്ചോണ്ട്, നിങ്ങളുടെ മേലെ ശക്തിയുണ്ട്, രോഗികളെ സൗഖ്യമാക്കുവാനുള്ള ശക്തി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യം, ഗ്രൂപ്പിലേക്ക് വരിക. എത്ര പേര് കൂടാനുണ്ട്? പ്രത്യേകിച്ച് കൊല്ലത്ത് നിന്ന് എത്താൻ പറ്റുന്നവരെത്തും. എനിക്കറിയാം, ഇപ്പോൾ പറഞ്ഞ പോലെ ദൂരെ കൂടുതലുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. പക്ഷേ കൊല്ലവും തിരുവനന്തപുരവും അടുത്ത്. അപ്പോൾ നമുക്ക് കൊല്ലത്ത് പ്രാർത്ഥനപ്പോഴേക്കും തിരുവനന്തപുരത്ത് ആൾക്കാർ ഒത്തിരി പേര് വന്നായിരുന്നു. അവരും ഒത്തിരി, എനിക്കറിയാം, ഒത്തിരി ദൂരമാണെങ്കിൽ നിങ്ങൾ വരണ്ട. കൊല്ലത്ത് നമ്മൾ പ്രാർത്ഥന ഹോൾ അന്വേഷിക്കുന്നുണ്ട്. ഇനി തിരുവനന്തപുരവും കൊല്ലവും ഒറ്റ ഗ്രൂപ്പ് ആക്കിയതുകൊണ്ട് 1 മണിക്കൂർ എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്ന ആൾക്കാർ എത്ര യാത്രയുള്ളതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഉള്ളവർക്കും വരാം. ഞാൻ പറഞ്ഞല്ലോ, അന്യഭാഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുവാണ്. എന്നാൽ ഇനി അന്യഭാഷ ആഗ്രഹിക്കുന്നവർക്കും വരാം. നമ്മൾ പറഞ്ഞ പോലെ അന്യഭാഷ പ്രാർത്ഥന മാത്രമല്ല, ദൈവം എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് അങ്ങനെ ആ പ്രാർത്ഥന പോവും. ആമേൻ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രോഗികളാലും വേദനയാലും ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടോ? വേദനകളാൽ ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ടോ? ഉണ്ട്.
ആ ഉണ്ട്. ഭാഷയിലെ ഭർത്താവിന് വയറുവേദനയായിട്ട് ഭയങ്കര വേദനയായിട്ടിരിക്കുക. പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. ഇനി കേട്ടെ, ഇനി എല്ലാവരും കേട്ടെ, രോഗി സൗഖ്യ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കടഭാരത്തിന്റെ അകത്തിരിക്കുന്നവർ ഇതിനകത്തുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ എങ്ങനെയാണ് ആ കൃപാവരങ്ങളെ ഈ സമയത്ത് നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്ന ആൾക്കാർ ലെഫ്റ്റ് ആകരുത്. ഇതാണ് ഏറ്റവും വലിയ ആൾക്കാർ ഇത് അവസാനമാകുമ്പോൾ ലെഫ്റ്റ് ആകരുത്. അപ്പോൾ നിങ്ങളുടെ അത്ഭുതം ചിലപ്പോൾ അടുത്ത സെക്കൻഡിലായിരിക്കാം. ആ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ ലെഫ്റ്റ് ആകരുത്. പ്രധാനപ്പെട്ട സമയമാണത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇനി ആ രോഗികളായി ഭാരപ്പെട്ടവർക്ക് വേണ്ടി എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി? നിങ്ങൾ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങുമ്പോൾ ഇതേപോലെ ഭർത്താവിന് വേദനയുള്ളവരുണ്ട്, ഭാര്യയ്ക്ക് വേദനയുള്ളവരുണ്ട്, പിള്ളേരുടെ വേദനയുള്ളവരുണ്ട്, തകർന്നവരുണ്ട്, മരണത്തിൻ്റെ ആത്മഹത്യയിലേക്ക് പോകും. ഇവരെല്ലാം സുവിശേഷത്തെ രക്ഷിക്കപ്പെടണം. നിങ്ങൾ അവരെങ്ങനെ രക്ഷപ്പെടുത്തും? ആദ്യം അതിനാണ് ശക്തി. ആ ശക്തിയെ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി പോകും. ഇന്ന് ആ വേദന ഉള്ളവർ എല്ലാവരോടും എങ്ങനെ നിങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്? എങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ പോകുന്നത്? എന്നെ ആദ്യം ചെയ്യേണ്ടത് കാര്യമില്ല. യേശുവിന്റെ അടിപ്പിണരാൽ അവരുടെ സൗഖ്യം വന്നു സൗഖ്യം തന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയാം. ആമേൻ. ഇനി കേട്ടെ, ഇനി എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. ഇനി ഇപ്പോൾ വേദനയുള്ളവരെല്ലാം കൈയെടുത്ത് വെച്ച്, വേദനയുള്ളവർ ഞങ്ങൾക്ക് ഇപ്പോൾ അവിടെ വന്ന് കൈ വെക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നിങ്ങൾ കൈയെടുത്ത് ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണേ. നിങ്ങൾ ഓർത്തോണം, പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കൃപാവരം ജ്വലിക്കുവാണ്. അവിടെ ആരാണോ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസൻ, ആ വ്യക്തിയിൽ നിന്ന് ഒരു പകർച്ച നിങ്ങളുടെ മേലേക്ക് വരും. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് പല കാര്യങ്ങൾ വെളിപ്പെട്ടു വരും. അത് ഞാനിപ്പോൾ അത് ചോദിക്കുന്നില്ല. കാര്യം പ്രവചന ശുശ്രൂഷ എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. അപ്പം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന എല്ലാം നമ്മൾ പറയാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഫിൽട്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ പറയേണ്ടാത്തതുണ്ട്, പല രീതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട്. അവിടെ ചിലപ്പം പെട്ടെന്നൊരു പ്രവചനം വരുമ്പോൾ ചാടി പറയരുത്, അതിനെ വിവേചിക്കണം. അതെങ്ങനെ പറയേണ്ടെന്നുള്ളത് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഇപ്പം ഞാൻ ആ പ്രവചന വരത്ത് നിങ്ങൾ തുറക്കുക, ദൈവ ഉള്ളത്തിൽ അത് ആക്റ്റീവ് ആക്കും. പക്ഷേ ഇപ്പോൾ അത് ഞാൻ ചോദിക്കുന്ന സമയത്ത് മാത്രം നിങ്ങളത് പറയുക, അല്ലാതെ ഇപ്പോൾ എടുത്ത് പറയേണ്ട. യേശുവിൻ്റെ നാമത്തിൽ ഇന്നിപ്പോൾ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഉറക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ആ വചനമൊക്കെ പറഞ്ഞിട്ട് ആ കണ്ണിന് കാഴ്ച കുറവുള്ളവരൊക്കെ കണ്ണാടിയൊക്കെ ഉരുക്കി യേശുവിനകത്ത് കൈയെടുത്ത് വെച്ച് ആ നടുവിനൊക്കെ വേദനയുള്ളവർ, അസ്ഥിക്കകത്ത് വേദനയുള്ളവർ, ശരീരത്തിൻ്റെ അകത്ത് വേദനയുള്ളവർ, കേൾവി കുറവുള്ളവർ, എന്താണ് ബുദ്ധിമുട്ടിന്, ഹസ്ബൻഡിനാണോ രോഗം, ഇനി ഭാര്യയ്ക്കാണോ രോഗം, കൈയെടുത്ത് വെച്ചു യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചേ പറഞ്ഞേ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ അടിപ്പിണരുകളാൽ പറഞ്ഞു, യേശുവിൻ്റെ അടിപ്പിണരാൽ ആ രോഗശക്തി, രോഗത്തിന്റെ ദുരാത്മാക്കൾ, വേദനയുടെ ദുരാത്മാക്കൾ ഇപ്പോൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ചു യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഓ ശാല ഖറബന സിയാന്തരെ അർത്ഥന റിഖമ സൗശലഹസ്തി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആ വേദന യേശു ക്രൂശിൽ വഹിച്ചതാ, ആ രോഗം യേശു ക്രൂശിൽ വഹിച്ചതാ, ആ തലയുടെ ബുദ്ധിമുട്ടുകൾ യേശു ക്രൂശിൽ വഹിച്ചതാ, ആ ക്യാൻസർ യേശു ക്രൂശിൽ വഹിച്ചതാ, ആ വേദനകൾ യേശു വഹിച്ചതാ, മുഴകൾ ദേഹത്തിൽ നിന്നും അപ്രതീക്ഷമായി പോകുക. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ പഴുപ്പായി നിൽക്കുന്ന രോഗവ്രണങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഹീലാകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ യേശുവേ, കൃപ 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 കൃപ. ഇപ്പോൾ തന്നെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യത്തിന്റെ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി, സൗഖ്യത്തിന്റെ ശക്തി. താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. Healing anointing is moving. Healing anointing is moving in the name of Jesus Christ. Oh, thank you, Holy Spirit. നന്ദി യേശുവേ, നന്ദി യേശുവേ. അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവാണ്, അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവാണ്, അങ്ങ് സൗഖ്യമാക്കുന്ന കർത്താവാണ്, അങ്ങ് അത്ഭുത മന്ത്രിയാണ്, അങ്ങ് വീരനാൻ ദൈവമാണ്, അങ്ങ് സമാധാനത്തിന്റെ പ്രഭുവാണ്. താങ്ക് യു ജീസസ്. മതി മതി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ. ഒരു സെക്കൻഡും കൂടെ. നാളെ നമുക്ക് വുമൺസ് മീറ്റിംഗ് ഉണ്ട്, ഇന്ത്യൻ സമയം
3:30 അല്ലെങ്കിൽ 3 മണിക്കായിരിക്കും. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നതായിരിക്കും, നോക്കിക്കോണം. നമുക്ക് വൈകുന്നേരം ഉണ്ട് മീറ്റിംഗ്, വുമൻസ് മീറ്റിംഗ് ഉണ്ട്. സിസ്റ്റർ അത് ലീഡ് ചെയ്യുന്നതായിരിക്കും. ആമേൻ. ഓക്കെ, ഇനി ഈ സമയത്ത് പ്രാർത്ഥിച്ച് രോഗമുണ്ടെന്ന് പറഞ്ഞവർ മാത്രം ഒന്ന്, ആ വേദന ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞവർ മാത്രം മ്യൂട്ട് മാറ്റിക്ക്. അവർ മാത്രം ഉണ്ടെന്ന് പറഞ്ഞവർ, ഞാനുണ്ടെന്ന് മാത്രം. അപ്പം എന്തായാലും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വേണമല്ലോ. ഞാനാന്ന് പറഞ്ഞു വേണം മ്യൂട്ട് മാറ്റിക്കൂ. ഇനി പ്രാർത്ഥിച്ചതിന് ശേഷം എന്താ വ്യത്യാസം വന്നത്? പ്രാർത്ഥിച്ചതിന് ശേഷം വ്യത്യാസം വന്നവർ ഒരു മിനിറ്റ്, എല്ലാവരും ഒരുമിച്ച് കേൾക്കത്തില്ല. വേദനയുണ്ട് പാസ്റ്റർ. ക്കകത്ത് ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് മാറ്റമുള്ളവർ എന്താ മാറ്റം? ഇപ്പൊ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നവർ മാത്രം. എനിക്ക് അല്പം വ്യത്യാസമുണ്ട് ബ്രദറെ. എനിക്ക് ഭയങ്കര ഉപ്പുറ്റുവേദനയായിരുന്നു, നടക്കാൻ പറ്റാത്ത പോലെ ഉപ്പുറ്റുവേദനയായിരുന്നു എനിക്ക്. എനിക്ക് പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റി? പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു വിടുതല് വന്ന പോലെ എനിക്ക് ഒരു ഫീൽ ചെയ്ത് എന്റെ ബോഡിയില്. പക്ഷെ പൂർണ്ണമായിട്ട് ആ വേദന അങ്ങ് പോയിട്ടില്ല. ഞാനിപ്പോ നടന്നു നോക്കുമായിരുന്നു. വേദന അവിടെ ഉണ്ട്. സിസ്റ്റർ വെയിറ്റ് ചെയ്യ്. അടുത്തയാള്. എനിക്ക് അവിടെ ഇടത് കൈയിൽ ഷോൾഡർ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോഴും കുറച്ച് കുറവുണ്ട്, എന്നാലും ഉണ്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യ്. അടുത്തത് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മാറ്റം ഉണ്ടായെന്ന് പറയുന്നവര്. ബൈബിള് കണ്ണാടി മാറ്റിയിട്ട് കണ്ണാടി വെച്ചാണ് ബൈബിള് വായിക്കാൻ ശരിക്ക് പറ്റുന്നത്. കണ്ണാടി മാറ്റി നോക്കിയപ്പം വായിക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ പറ്റത്തില്ലായിരുന്നു. സൂക്ഷ്മതയോടെ നോക്കണം. ഇപ്പൊ അത്ര അങ്ങനെ നോക്കണ്ട, അത് വായിക്കാം. ഇത് വലിയൊരു കാര്യമാണ് സഹോദരി പറഞ്ഞത്. നേരത്തെ കണ്ണാടി വെച്ചിട്ടായിരുന്നു ബൈബിള് വായിച്ചുകൊണ്ടിരുന്നത്. ഇവ പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണാടി ഊരി വെച്ചിട്ട് നേരത്തെ ഇങ്ങനെ കട്ടിയായിട്ട് സൂക്ഷ്മതയോടെ നോക്കണമായിരുന്നു. ഇപ്പൊ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ സിസ്റ്ററെ? ഉണ്ട്. സ്തോത്രം. അപ്പൊ കണ്ണിന്റെ കാഴ്ചയെ തമ്പുരാൻ വർദ്ധിപ്പിച്ചു. കണ്ണാടി വെച്ചാലേ ഉള്ളായിരുന്നു ആ കുനുകുന അക്ഷരം വായിക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇപ്പൊ കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റുന്നതുകൊണ്ട് യേശു ആ കണ്ണുകളെ തൊട്ടു. ആമേൻ. അടുത്തത് എനിക്കൊരു പൂർണ്ണ വിടുതൽ ഉണ്ടായെന്ന് പറയുന്നവര്, ബാക്കി ഞാൻ വരാം. എനിക്കൊരു പ്രാർത്ഥിച്ചതിന് ശേഷം ആ വേദന ഉണ്ടെന്ന് പറഞ്ഞവര്, എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്നവര് മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. ബ്രദർ, എന്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കയറുമ്പോ ഭയങ്കര, ഇപ്പൊ എനിക്ക് ആ വേദന മാറി. ഇപ്പൊ വേദന ഇല്ല അവിടെ. എത്ര നാള് സിസ്റ്ററെ മുട്ടിന് വേദന ഉണ്ടായിരുന്നു? ഇപ്പം കുറച്ചു നാളായിട്ട് മുട്ടിന് വേദന ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് കയറാൻ വലിയ പാടായിരുന്നു. ഇപ്പൊ നടന്നിട്ടൊന്നൊരു കുഴപ്പമില്ല. ഇല്ല. ഓ, യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തയാള്. ബ്രദറെ, മോക്ക് വായിലെ ഒരു മുറിവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോ മോള് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോ മോള് പറയുന്ന വേദന മാറിയിട്ടുണ്ട്. പക്ഷെ ആ മുറിവിന്റെ അടയാളം ഇപ്പോഴും ഉണ്ട്, പക്ഷെ വേദന മാറിയിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്. വേദനയും മുറിവും ഉണ്ടായിരുന്നു. അവിടെ പ്രാർത്ഥിച്ചപ്പോ മുറിവ് അവിടെ ഉണ്ട്, പക്ഷെ വേദന അവിടെ ഇല്ല. സ്തോത്രം. കർത്താവ് ക്രൂശിൽ വേദന മാറ്റിയത് കൊണ്ട് നമ്മൾ ആ വിശ്വസിക്കുന്നതുകൊണ്ട് വേദന അവിടെ ഇല്ല സിസ്റ്ററെ. ഇപ്പൊ തന്നെ മുറിവ് മാറ്റിക്കൊള്ളും കേട്ടോ. ആമേൻ. അടുത്തയാള് ഒന്ന് ചെക്ക് ചെയ്ത്, എല്ലാരും ചെക്ക് ചെയ്ത്, തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്. പറഞ്ഞു. നാക്കിലുള്ള വേദന പറഞ്ഞു. ഹലോ ബ്രദർ, നാക്കിൽ നിന്നുള്ള വേദന മാറിക്കിട്ടി. നാക്കിൽ വേദന ഉണ്ടായിരുന്നു. എത്ര നാള് സിസ്റ്റർ പുതിയതായിട്ട് തുടങ്ങിയതാണത്? ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാ. ഇപ്പൊ വേദന ഇല്ല സിസ്റ്റർക്ക് അവിടെ? ഇല്ല. മുട്ടിന്റെ വേദനയും മാറി. മുട്ടിന്റെ വേദന എത്ര നാളുണ്ടായിരുന്ന? കുറച്ച് ദിവസമായിട്ടുള്ളതായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ വേദന അവിടെ ഇല്ല, മാറിയത് ഇല്ല. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. അടുത്തയാള്. എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റിയത്? കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോ എന്നാ പറ്റിയത്? പ്രാർത്ഥിച്ചു, എനിക്ക് മാറിപ്പോയി. ഇപ്പൊ വേദന അവിടെ ഇല്ല. ഇപ്പൊ വേദന ഉണ്ട് ബ്രദറെ, ഭയങ്കര വേദനയാ. കേൾക്കാമോ? വേദന ഉണ്ടെന്നാണോ വേദന മാറി എന്നാണ് സിസ്റ്റർ പറഞ്ഞത്?
വേദനയുണ്ട്. തലയ്ക്ക് കറക്കമായിരുന്നു. തലകറക്കം നിന്നിട്ട് തലയ്ക്ക് ഇപ്പം വേദനയാണ്. ഇപ്പൊ സിസ്റ്റർക്ക് വേദന ഉണ്ടെന്ന്. വേദന ഉള്ളവരോട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ, ഇപ്പൊ തിരിച്ചു വരാം. സൗഖ്യമായെന്ന്, ഇപ്പൊ വേദന മാറിയെന്ന് പറയുന്ന ആൾക്കാർ മാത്രം ഒന്ന് മ്യൂട്ട് മാറ്റിക്കും. ഞാൻ അങ്ങോട്ട് വരാം. ഈ സൗഖ്യം എനിക്ക് മുമ്പ് വേദന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ട് മുമ്പ് വേദനയായിട്ട് വായി കയറിയ പോലെയായിട്ട് ഭയങ്കര വേദനയും പുറത്തിന്റെ എടുക്കുന്ന പോലെ പിന്നെ വയറിന്റെ അടുത്ത് ഭയങ്കര വേദനയായിട്ട് മണങ്ങിയിട്ട് ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. കുറേ സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് നേർന്ന് നിൽക്കാൻ. അപ്പൊ ഇപ്പം പ്രാർത്ഥിച്ചാൽ ആ വേദന കുറച്ച് വന്നിട്ടുണ്ട്. എന്നാലും കിടന്നിട്ട് എണീക്കുമ്പോൾ ചെറിയൊരു വേദന, എന്നാലും കുറച്ചൊരു സൗഖ്യം വന്നു. ഇത് പോരാ. ഞാൻ കുറച്ചുകൂടെ സൗഖ്യമുള്ളവർക്ക് വേണ്ടി വരുന്നുണ്ട്. അടുത്തത് പൂർണ്ണമായിട്ട് എനിക്ക് അവിടെ നിന്ന് മാറിയെന്ന് പറയുന്ന ആൾക്കാർ, എനിക്ക് അവിടെ നിന്ന് ഒരു പൂർണ്ണ മാറ്റം എന്റെ വേദനയിൽ നിന്നും എനിക്ക് അനുഭവിക്കുന്നു എന്ന് ചെക്ക് ചെയ്തേ, അവര് മാത്രം ഒന്ന് പറഞ്ഞേ. വേദന മാറ്റിയതിന് നന്ദി. വേദന മാറിയവര് മാത്രം. ബ്രദറെ എനിക്ക് ഭയങ്കര മുട്ടിന് നേരത്തെ വേദനയുള്ള ആള് തന്നെയാണ്. പക്ഷെ കുറച്ച് നാൾ വേദന കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഫ്ലാറ്റിനുള്ള ലിഫ്റ്റ് കേടായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ 2 ദിവസമായിട്ട് സ്റ്റെപ്പ് കയറിറങ്ങുകയും ചെയ്ത് അങ്ങനെ കയറാനും ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഓരോ കാലം എടുത്തു വെച്ച് ഇറങ്ങാനായിട്ട്. പക്ഷെ എനിക്കിപ്പോ ഇന്ന് കുറച്ചു മുമ്പ് ഒരു ഭയങ്കര വേദനയായിരുന്നു കാലില്. എനിക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് നടക്കാൻ പറ്റായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിടുതല് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്രദറെ. നടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈസി ആയിരുന്നു. കുറച്ചു മുമ്പ് ഒരു കാലെടുത്ത് വെച്ചിട്ട് അടുത്ത കാല് വെക്കണ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്രയും വേദന എനിക്ക് ഭയങ്കര ഒരു ഇപ്പൊ സൗഖ്യമായി. എനിക്ക്. ഓ യേശുവേ, ഞങ്ങളുടെ അത്ഭുത കൃപയ്ക്ക് നന്ദി. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. പറഞ്ഞ പോലെ ഭയങ്കര വേദന, കാലെടുത്ത് വെച്ച നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കർത്താവ് തൊട്ട് ഇപ്പൊ നടന്നൊക്കെ സിസ്റ്റർ നടന്നെല്ലാം നോക്കി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നോക്കി. നടക്കാൻ പറ്റുന്നില്ലായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ കാല് ഏന്തി നടന്ന ഞാൻ ഇപ്പൊ ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഓ യേശുവേ, ഞങ്ങളുടെ അത്ഭുത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിന്റെ കൃപയ്ക്ക് നന്ദി. ആമേൻ. അടുത്തയാള് നോക്കിയേ, ചെക്ക് ചെയ്തേ. ആ കാഴ്ച ഒന്ന് ചെക്ക് ചെയ്തേ. കണ്ണാടി ഒന്ന് ഊരിട്ട്, കണ്ണാടി ഇങ്ങനെ ഇൻബിൽറ്റ് ആയിട്ട് കൊണ്ട് നടക്കാതെ ഊരി വെച്ച് നോക്കിയത് വായിച്ചൊക്കെ നോക്കിയേ. അടുത്തയാള് കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞ പോലെ ഫോണിന്റെ കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചിരിക്കുക. ചെവിയുടെ കേൾവി പോയതായിരുന്നു, ഫോണിന്റെ കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കുറെ കാലമായിട്ട്. അവസാനം സൗഖ്യമായപ്പോൾ മനസ്സിലായത് ഫോണിലല്ലായിരുന്നു കംപ്ലൈന്റ്, ചെവിക്കായിരുന്നു. ഓർമ്മയാണ് നമ്മളെ സാക്ഷ്യം കേട്ടത്. സഹോദരി ഓർത്തുകൊണ്ടിരുന്നത് ഫോണിന്റെ ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിക്കുമ്പോൾ ഫോൺ കേടായെന്ന് വിചാരിച്ചിരുന്നത്. ചെവി തുറന്നപ്പോഴാണ് മനസ്സിലായത് ഫോണിനല്ലായിരുന്നു കംപ്ലൈന്റ്, ചെവിക്കായിരുന്നു. അതേപോലെ അത് ചെക്ക് ചെയ്ത് കണ്ണാടി ഊരി നോക്കിയൊന്ന് വായിച്ചൊക്കെ നോക്കിക്കേ. കർത്താവിന്റെ അത്ഭുതം അവിടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആമേൻ. നോക്കിക്കേ, ഇനി ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഇനി ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ ഇത്രയും ആളുകൾ സൗഖ്യം നടന്നവരാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ആ വ്യക്തിക്ക് സൗഖ്യം നടന്നെന്ന് പറഞ്ഞു തന്നെ. എങ്ങനെ സൗഖ്യം നടന്നത്? കർത്താവിന്റെ തിരുമുറിവിനെ പറ്റി പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി, കർത്താവിന്റെ തിരുമുറിവിനെ പറ്റി പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സൗഖ്യമാക്കുന്ന ഒരു ദൈവശക്തി നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങളിപ്പോ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ മേൽ ദൈവത്തിന്റെ സൗഖ്യത്തെ വെളിപ്പെട്ടു. ഇനി സൗഖ്യം നടന്നില്ലാതെ വരുമ്പോൾ ചിലർ പറയുന്ന ബ്രദർ എനിക്ക് ഇച്ചിരി മാറ്റമുണ്ട്, ചിലർ പറയുന്നു സൗഖ്യം നടന്നില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ പല കാരണമുണ്ട്. കാരണങ്ങൾ 100 ഉണ്ടെങ്കിലും ശ്രദ്ധിച്ചോണം, അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ, കർത്താവിന്റെ മുറിവ്. ശ്രദ്ധിച്ചോണേ. കാരണം അവിശ്വാസമാകാം, പെറുപെറുപ്പായിരിക്കാം, തടസ്സങ്ങളായിരിക്കാം, എന്തുവായിക്കോട്ടെ, 100 കാരണങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആമേൻ. ഇനി ആ വേദന ഇച്ചിരി കുറവുണ്ടെന്ന് പറഞ്ഞവരും വേദന മാറിയില്ലെന്ന് പറഞ്ഞവരും വീണ്ടും ഒന്ന് മൈക്ക് മ്യൂട്ട് മാറ്റിക്കേ. അവര് മാത്രം ഉണ്ടെന്ന് പറഞ്ഞവർ, എനിക്കിപ്പോ വേദന ഉണ്ട് ബ്രദറെ, എനിക്കിപ്പോഴും ആ വേദന കുറവ് മാത്രമേ ഉള്ളെന്ന് പറയുന്നവരുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒന്ന് പറഞ്ഞേ. ഉണ്ട്. എന്നാ കൈ എടുത്ത് വെച്ച് ഇനി ആ വേദന ഉണ്ടെന്നും ഭാഗികമായിട്ട് മാറിയെന്ന് പറഞ്ഞവര് മാത്രം കൈവച്ച് അവര് മാത്രം കൈവച്ചിട്ട് വീണ്ടും പഴയ പോലെ പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഇനി വചനം പറഞ്ഞ് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല.
മേലില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൽപ്പിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് കർത്താവെ, രോഗത്തെ അത് പൂർണ്ണ സൗഖ്യത്തിലേക്ക് വരാതിരിപ്പാൻ തക്കവണ്ണം തടയുന്ന ആ ദുഷ്ടശക്തിനെ, ആ ദുരാത്മ പ്രവൃത്തിനെ, ആ രോഗബന്ധനത്തെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നപ്പ. ഓ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് പൂർണ്ണ സൗഖ്യം പറ. പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം എന്ന് പറ. പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം. പറഞ്ഞു. ആ വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ചിട്ട് പറ, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സൗഖ്യം യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ കർത്താവിന് എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ രോഗം വഹിച്ചതാ, യേശുവിന്റെ വേദന വഹിച്ചതാ, യേശുവിന്റെ രോഗം വഹിച്ചതാ, യേശുവിന്റെ വേദന ചുമന്നതാ. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരും കൽപ്പിച്ച് ഇന്ന് കൃപാവരം ജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ആ വേദനയെ ഞങ്ങൾ വേരോടെ പറിച്ചെടുക്കുന്നപ്പ. റൽക്കോ സംബ്രാക സിയാറ്റോ ബ്രാറ്റി റിയാറ്റോ ശാഖല ബ്രിയാറ്റോ റീകെ റൂഷ ലാബ ഖാസ റിയാമ സോഷക ബേരെ റിയാബോ ശാലകമ സോകെ റിയാന്തോ ഷേകെറ്റ് റീകെ അർബിയ ശകല റോക്കോ സൈന്റ റിയാമ സോഷ റിയാത്തോ ഷേകെ ബറാസോ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ജീസസ് നെയിം. ആമേൻ, 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 ആമേൻ. സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി അപ്പ. ആമേൻ, ആമേൻ, ആമേൻ. ഇനി ഒന്ന് ചെക്ക് ചെയ്തേ. ആ പ്രാർത്ഥിച്ചവരെല്ലാം, രണ്ടാമത് പ്രാർത്ഥിച്ചവരെല്ലാം ചെക്ക് ചെയ്തേ. ഒന്ന് ചെക്ക് ചെയ്തേ. പറഞ്ഞു. കൈയുടെ കുഴയ്ക്ക് ഭയങ്കരമായിട്ട് വേദനയായിരുന്നു. ഇപ്പൊ സൗഖ്യമായിട്ട്. ആദ്യം പ്രാർത്ഥിച്ചപ്പോ സൗഖ്യമായില്ലായിരുന്നു, ഇപ്പൊ സൗഖ്യമായി. ഇപ്പൊ എനിക്ക് ഒത്തിരി കുറവുണ്ട്. കൈയൊക്കെ തന്നെ പൊക്കാം. കുറവുണ്ടെന്നാണോ മാറിയെന്നാണോ? നമുക്ക് മാറി. ആമേൻ, ആമേൻ. കണ്ടോ, കൈ ഇപ്പൊ നന്നായിട്ട് പൊക്കാം. കണ്ടോ? അപ്പൊ ആദ്യം ചിലർക്ക് സൗഖ്യം നടന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തളർന്നു പോയല്ലേ? അയ്യോ, നമ്മൾ തളരല്ലേ? നമ്മുടെ ഡ്യൂട്ടി ഇതാണ്. യേശു പറഞ്ഞത് ചെയ്യുക. കണ്ടോ, സൗഖ്യം നടന്നുണ്ടോ? ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കണം. അടുത്തയാള് ചെക്ക് ചെയ്ത്. കൈ പൊക്കാൻ വലിയ പാടായിരുന്നു. ഇപ്പോഴും രണ്ടാമത് പ്രാർത്ഥന കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴെനിക്ക് പൊക്കാം. കണ്ടോ? കൈ ഉയർത്താനും നേരത്തെ എത്ര നാൾ സിസ്റ്റർ ബുദ്ധിമുട്ടായിരുന്നു? കൈ ഉയർത്താൻ പറ്റാത്ത ബുദ്ധിമുട്ട് എത്ര നാളുണ്ടായിരുന്നു? 2-3 മാസം കൊണ്ടേ ഉണ്ടായിരുന്നു. കൈ ഉയർത്താൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു ഇടത് കൈ. ഓ, ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇപ്പൊ ഒട്ടും, രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ ഒട്ടും വേദന. ഓ, യേശുവിന്റെ അത്ഭുതം. ആമേൻ, ആമേൻ. കർത്താവിന്റെ കൃപ. അടുത്തയാള്. ബ്രദറെ, എന്റെ ഉപ്പൂറ്റി വേദന മാറി ഇപ്പൊ രണ്ടാമത് പ്രാർത്ഥിച്ചാല്. കണ്ടോ? ആദ്യം പ്രാർത്ഥിച്ചപ്പോ മാറിയില്ല, ഇപ്പൊ രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോ എന്നാ സംഭവിച്ചു? ഇപ്പൊ പൂർണ്ണമായിട്ടും മാറി സിസ്റ്ററെ. ഞാൻ നടന്നു നോക്കാം, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോ നടന്നു നോക്കുമ്പോ മാറിണ്ടാവില്ല. അപ്പൊ ഞാൻ സാക്ഷ്യം പറയില്ല. അപ്പൊ ഇന്നിപ്പോ രണ്ടാമത് പ്രാർത്ഥിച്ചാലും മാറി. ആമേൻ. യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. അടുത്തയാള്. ബ്രദറെ, ആ ഉപ്പുറ്റി വേദന മാറി സഹോദരിക്ക് വേണ്ടി എന്റെ മനസ്സിൽ പറഞ്ഞു, അവർക്ക് സൗഖ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. കണ്ടോ? ആമേൻ. കർത്താവ് ഇടപെട്ടു. കർത്താവ് ഇടപെട്ടു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അതാണ് നിയോഗങ്ങൾ നമ്മുടെ കർത്താവ് ഉള്ളത് തരും കേട്ടോ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. അടുത്തയാള്. നടുവിന് വേദന ഉണ്ടായിരുന്നു ബ്രദറെ, കുറഞ്ഞിട്ട് തലങ്ങ് വേദനയാ. ഇപ്പൊ എവിടെയാ വേദന? ഇപ്പം തലകറക്കമായിരുന്നു, തലകറക്കം മാറി തലയ്ക്ക് വേദനയാ. നടുവേദനയ്ക്ക് സൗഖ്യം കിട്ടി. ഇനി ആ സൗഖ്യത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് തലയോട്ട് കൈവച്ചു. നടുവേദന മാറ്റിയെങ്കിൽ യേശുവിന് തലവേദനയെ മാറ്റാൻ പറ്റും. കൈവച്ചു. എന്നിട്ട് പറ, എന്റെ നടുവിനെ സൗഖ്യമാക്കി കർത്താവ് തന്നെയാണ് എന്റെ തലയുടെ വേദന മേലും ഇപ്പോൾ സൗഖ്യം കേട്ടോ. ആമേ. കൽപ്പിച്ചോട്ട് ഇത് ചോദിക്കും. ഇതിനെ സാക്ഷ്യം പറയണം. അടുത്തയാള് പറഞ്ഞു. അടുത്തയാള്. എന്നെ പറ്റിയതാ സിസ്റ്ററെ? വേദന മണങ്ങാൻ പറ്റണ്ട്. വായിക്കാത്ത അത് അല്ല, ഇത് പുറത്തിന്റെ ഉള്ളിൽ വയറിന്റെ അടുത്തേക്ക് വന്നിട്ടില്ല വേദന. മണങ്ങാനൊന്നും കഴിയാണ്ട്
അത് പിന്നെ കടക്കാനൊന്നും കഴിയുന്നില്ല. ഇപ്പം പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു. കടന്നിട്ട് എണീക്കാനും ഓ കണ്ട കുറച്ചു മുമ്പേ സഹോദരി പറഞ്ഞതായിരുന്നു, ആ വേദനയായിരുന്നു, കിടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചപ്പോൾ ഇച്ചിരി മാറ്റം വന്നെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ കൽപ്പിച്ചപ്പോഴേക്ക് എന്ത് ചെയ്തു? ഇപ്പൊ സിസ്റ്ററെ കിടക്കാൻ പറ്റുന്ന ഒരു കുഴപ്പമില്ല ഇപ്പം. കണ്ടോ? ഞാൻ ചോദിച്ചിട്ട് ആര് പ്രാർത്ഥിച്ചു? പറ, ഉറക്കെ പറ, ആര് പ്രാർത്ഥിച്ചു? അങ്ങനെ പറ. ഞങ്ങള് പ്രാർത്ഥിച്ചു, രോഗികളെ സൗഖ്യമാക്കി. ഇതാണ് യേശുവിന്റെ സുവിശേഷം. സുവിശേഷം അറിയിക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും സർപ്പങ്ങളെ പിടിച്ചെടുക്കുവാനും പുതുഭാഷ സംസാരിക്കുവാനും ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി ദൈവരാജ്യം പ്രഘോഷിപ്പിക്കുവാനും കർത്താവ് നിങ്ങളെ ബന്ധിതരെ മോചിപ്പിക്കുവാനും പീഡിതരെ വിടിവിച്ചയക്കുവാനും പ്രസാദവർഷം അറിയിക്കുവാനും അഭിഷേകം ചെയ്തിരിക്കുക. വിശ്വസിക്കുന്നവര് പറയണം. കണ്ടോ? ഇപ്പൊ കണ്ടോ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോ രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടോ? യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കണ്ടോ? അപ്പൊ ഇത് ഉപയോഗിക്കാൻ ഒരു പ്ലാറ്റ്ഫോം തുറന്നതുകൊണ്ടല്ലേ. ഈ ലോകം നമ്മുടെ പ്ലാറ്റ്ഫോമാണ്. ദൈവരാജ്യം അറിയിക്കുവാനും വിടുതൽ കൊടുക്കുവാനും ദൈവം ഇതാണ് അഭിഷേകം. അഭിഷേകം എന്ന് പറഞ്ഞാൽ കൈയടിക്കാൻ അന്യഭാഷ പറയാനും വേണ്ടി മാത്രമുള്ളതല്ല. അഭിഷേകം ബന്ധിതരെ മോചിപ്പിക്കുവാനുള്ളതാണ്. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അടുത്തയാള്. ഉറക്കെ പറ ബ്രദറെ. എന്തോ ബ്രദറെ, എന്റെ ഭർത്താവിന് ഇത് കണക്ക് കരളിലൊരു മുഴയുണ്ട്. അത് ചെക്ക് ചെയ്തപ്പോ അവർക്ക് സംശയമാണെന്നാ പറഞ്ഞേക്കുന്നത്. പിടിച്ചാൽ അറിയാൻ പറ്റുമോ സിസ്റ്റർ? അതോ അകത്ത കരളില്ല? ഓക്കെ, ഒരു നിമിഷം എല്ലാവരും കൽപ്പിച്ച് യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കൽപ്പിച്ച്, കർത്താവേ, യേശു ക്രൂശിൽ ആ കരളിന്റെ അകത്തുള്ള ബുദ്ധിമുട്ടിന് വേണ്ടി വില കൊടുത്തതാണപ്പ. പ്രിയ മകളത് വിശ്വസിക്കുന്നപ്പ, ഞങ്ങളത് വിശ്വസിക്കുന്നപ്പ. എന്റെ യേശുവേ, അങ്ങയുടെ അത്ഭുതം. ആ ഡോക്ടർ തന്നെ പറയും, അയ്യോ സർജറി വേണ്ട, അവിടെ ആ മുഴ അവിടെ ഇല്ല. ഓ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നപ്പ. ആമേൻ, 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 ആമേൻ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നു, അത്ഭുതം ചെയ്തിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ആ സൗഖ്യം ശരീരത്തിന്റെ അകത്ത് അനുഭവിക്കുന്നവര്, ശരീരത്തിന്റെ മേൽ പറഞ്ഞു പറഞ്ഞോ ബ്രദർ, കേൾക്കുന്നുണ്ട്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രാർത്ഥന മീറ്റിംഗ് ഇരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കോള് വന്നായിരുന്നു. ഒരു സഹോദരന് പെയിന്റ് അടിക്കാൻ വേണ്ടി, ആ പുള്ളിയുടെ സ്വന്തം വീട് തന്നെയാണ്, പെയിന്റ് അടിക്കാൻ വേണ്ടി വേണിയെ കയറിയിട്ട് വീണതാണ്. 3 ആഴ്ച മുമ്പ് വീണതാ. അപ്പം ഒരാള് വന്ന് കുടയെല്ലാം പിടിച്ചിട്ടു, പക്ഷെ നീരും വേദനയും മാറുന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കാവോന്ന് ചോദിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, യേശുവിന്റെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു, അത് അവിടെ നിന്ന് നീങ്ങിപ്പോന്നു, പൂർണ്ണ സൗഖ്യം ഇപ്പൊ വ്യാപരിക്കുന്നു, വിശ്വസിച്ചോ, ദൈവം അത്ഭുതം ചെയ്യുമെന്ന് പ്രാർത്ഥിച്ചു. കുറച്ചു മുമ്പ് വിളിച്ചിട്ട് പറയാണ്, വേദന അവിടെ ഇല്ല, നീരും പറ്റിപ്പോയി. ഓ, ഇത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ കേട്ടു നോക്കിയേ, കണ്ടോ? ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ അനേകരെ ബന്ധിതരെ മോചിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. എന്ന് പറഞ്ഞ പോലെ തന്നെ വേദനയാൽ വിളിച്ചു പറഞ്ഞു, പ്രാർത്ഥിച്ചതിന് ശേഷം നീരും പറ്റിപ്പോയി, വേദന അവിടുന്ന് പോയി. കർത്താവിന്റെ അത്ഭുതത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു ബ്രദറെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു സിസ്റ്റർ. ഇന്നലെ എന്റെ ഇളയമ്മ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ റിക്ഷയിൽ പോയി. അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ലേ, കൈയും കാലൊക്കെ വളഞ്ഞു പോണ ഒരു അനുഭവം, ശരീരം മൊത്തം തളരുന്ന പോലെ. ആള് അവിടെ ഇറങ്ങാതെ ഓട്ടോറിക്ഷയിൽ കയറി തിരികെ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, അതിനിതാ ഒന്ന് പ്രാർത്ഥിക്ക്, എന്റെ കൈയും കാലൊക്കെ വളഞ്ഞു തിരിഞ്ഞു പോണു, എനിക്ക് ഇരിക്കാനും നിൽക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അപ്പൊ വരുന്ന വഴിക്ക് ഡോക്ടറെ കാണായിരുന്നില്ല. ഇല്ല, എനിക്ക് നിന്നെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പൊ തന്നെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു പറഞ്ഞു, കൈയും കാലൊക്കെ ഇപ്പൊ നേരെയായി, വളവ് തിരിവൊക്കെ നിന്നു, പൂർണ്ണ സൗഖ്യം കിട്ടിയിരുന്നു. കർത്താവിന്റെ അത്ഭുതം കേട്ടല്ലോ. ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്ന വ്യക്തി പറയണം, ആദ്യം നീ ഒന്ന് പ്രാർത്ഥിക്കണം. കണ്ടോ? ഇതേപോലുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടി പോവാ. സഹോദരി പ്രാർത്ഥിച്ചു, വളവും തിരിവുമായിരുന്ന ശരീരത്തിന്റെ മേൽ അപ്പോൾ തന്നെ യേശുവിന്റെ അത്ഭുതം വെളിപ്പെട്ടു. പൂർണ്ണ വിടുതൽ എന്ന വ്യക്തിയുടെ മേൽ സംഭവിച്ചു. ഗോഡ് ബ്ലസ് യു. ഇനിയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. ഇന്നലെ ഒരു അരുളപ്പാട് പറഞ്ഞായിരുന്നു ബ്രദർ. പറഞ്ഞു. 1983
ജനിച്ച ഒരാള് ഉം, ഈ ഒരാഴ്ച 2 ആഴ്ചക്കുള്ളിൽ ചെരുപ്പ് വാങ്ങി കടയിൽ നിന്ന് വന്നു ഉം, വരുന്നുണ്ടായിരുന്നു. ഉം, പിന്നെ ഒരു മഞ്ജു എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് നേരത്തെ പരിചയമുള്ള ആളുമായിട്ട് ഉം, ഉള്ള ആളാണെന്ന് പറഞ്ഞിരുന്നു. ഉം, അത് എന്റെ മോള് പഠിക്കുമ്പോ ഒന്നിച്ചുള്ള കുട്ടിയാണ് മഞ്ജു. ഉം. പിന്നെ മോള് ചെരുപ്പ് വാങ്ങിയിരുന്നു. എന്റെ മോള് 1983 മാർച്ച് 24 ഉം. ജനിച്ചത്. ഇത് വലിയൊരു കാര്യമാണ് ബ്രദറെ. ഇത് കർത്താവ് ഇന്നലെ കാണിച്ച ഒരു പ്രവചനമാണ്. അതായത് മോള് ഈ ചെരുപ്പ് കടയിൽ നിന്ന് ചെരുപ്പ് വാങ്ങിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ആലോചന ഇടപെട്ട ദിവസത്തിൽ തന്നെയാണോ? ഇന്നലെ അല്ല, ആ പറഞ്ഞ പോലെ തന്നെ, അതായത് പറഞ്ഞതുപോലെ ആലോചന പറഞ്ഞ സമയത്ത് അതെ അതെ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ ചെരുപ്പ് വാങ്ങിച്ച് മഞ്ജു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് കണക്ഷൻ കാണിക്കുന്നു പറഞ്ഞല്ലേ? കണക്ഷൻ അന്നിനില്ല, നേരത്തെ പരിചയമുണ്ട്. പരിചയമുള്ളതായിട്ട് പറഞ്ഞത്, പഠിച്ചത് ഇന്നലെ പറഞ്ഞ ആലോചന അല്ലേ? നിങ്ങൾ കേട്ട ഇത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ ഞങ്ങൾ തമ്മിൽ ബ്രദറെ, നമ്മൾ തമ്മിൽ വല്ലോ അല്ലെങ്കിൽ അറിയാൻ വല്ല കാര്യമുണ്ടോ? ഈ മോള് കടയിൽ പോയ കാര്യവും കഴിഞ്ഞ ദിവസങ്ങളിൽ ചെരുപ്പ് മേടിച്ച് വല്ല അറിയാൻ വല്ല വഴിയുണ്ടോ? ഇല്ല, ഞാനും അറിയില്ല. നിങ്ങൾ കേട്ടത് ഇത് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ വ്യക്തമായി കാണുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളമാണിത്. സഹോദരന് പോലും അറിയത്തില്ലായിരുന്നു മോൾ എപ്പോഴാ ചെരുപ്പ് കടയിൽ പോയെന്ന് അറിയത്തില്ല. പക്ഷേ ഈ കാര്യം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് ദൈവം ഇന്ന് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആരാധനയിലും വചനത്തിലും ബലപ്പെട്ടവണെ വലിയവ സംഭവിക്കാൻ വേണ്ടി പോവാ കേട്ടോ. വലിയവ സംഭവിക്കാൻ വേണ്ടി പോവാണ്. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. ഇന്നലെ കേട്ട ദൈവിക ആലോചനയായിരുന്നു. ഞാനത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, യൂട്യൂബിൽ കിടപ്പുണ്ടല്ലേ? യേശുവിന്റെ നാമത്തിൽ അത് കേട്ടു. കർത്താവിന്റെ നാമത്തിൽ അതിനോട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് വെളിപ്പെട്ടത് എല്ലാം ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണേ. വലിയ സാക്ഷ്യമാക്കി യേശു മാറ്റും കേട്ടോ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ബ്രദറെ. ആമേൻ. നന്ദി കർത്താവേ. മറ്റാരെങ്കിലും ഉണ്ടോ? കേട്ടില്ല. അനിത സിസ്റ്റർ ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. അനിത സിസ്റ്റർ ഉണ്ടല്ലോ, ഇപ്പൊ മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അവര് തൃശ്ശൂര് കുറുക്കഞ്ചേരിയിലുള്ളതാണെങ്കിൽ ഗ്രൂപ്പില് കേറിയിട്ടും ഇല്ലാന്ന് തോന്നുന്നു. തൃശ്ശൂര് ഗ്രൂപ്പില് തൃശ്ശൂരുള്ളതാണോ അനിത സിസ്റ്ററെ? എനിക്കറിയത്തില്ല കേട്ടോ ആളുകളെ. സൗണ്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു കുറുക്കഞ്ചേരിയിലുള്ള സിസ്റ്റർ ആണെന്ന്. സിസ്റ്റർ പോയ അനിത സിസ്റ്റർ പോയെന്ന് തോന്നുന്നു. അനിത സിസ്റ്റർ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു, അറിയത്ത. പിന്നെ ഒരു കാര്യം, തൃശ്ശൂരില് അന്യഭാഷാ പ്രാർത്ഥന കാര്യത്തിൽ ഒരു അപ്ഡേഷനും വന്നില്ല. സഹോദരങ്ങൾ 1-2 പേര് എനിക്ക് ഹോൾ അന്വേഷിച്ചായിരുന്നു, പറഞ്ഞായിരുന്നു. ഇനി ഞാനത് ഓർക്കാഞ്ഞാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ തൃശ്ശൂര് നമ്മൾ പ്രാർത്ഥന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ക്രമീകരിക്കുക. ബാക്കി കാര്യങ്ങളെ നമുക്ക് ഒത്തുകൂടുക. പിന്നെ ട്രിവാൻഡ്രത്തിന്റെ കാര്യം ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞു. നമുക്ക് 16-ാം തീയതി ഇല്ലെങ്കിൽ അടുത്തൊരു ചേഞ്ച് വരുത്തേണ്ടി വരും. നമുക്ക് പ്രത്യേകിച്ച് 20-ാം തീയതി അന്യഭാഷാ പ്രാർത്ഥന UK നടക്കുന്നത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇച്ചിരി ബിസി ആയിപ്പോവും. അതിന് 16-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ബിസി ആയിരിക്കും. അതിനുശേഷം പിന്നെ നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഫ്രീ ആകത്തുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കുക, പെട്ടെന്ന് അതിന്റെ അപ്ഡേഷൻ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ക്രമീകരണം ചെയ്യണം. അതിന് ഹോള് ബുക്ക് ചെയ്യണം, അതിനുള്ള ക്യാമറ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. അവരെയൊക്കെ ബുക്ക് ചെയ്യേണ്ടി വരും. അതിനെല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാണ്. നേരത്തെ നിങ്ങൾ അറിയിക്കണം. ഗോഡ് ബ്ലസ് യു. അടുത്തയാള് നാളെ ഈ പ്രാർത്ഥനയിൽ ഒന്ന് പറയണം. നാളെ കേറുമ്പോഴേ തീർച്ചയായിട്ടും പറയാം. ഒന്ന് ഓർപ്പിച്ചേക്കണേ. പറഞ്ഞോ. തൃശ്ശൂർ ഹോള് നോക്കിയിട്ടുണ്ട്, അജിത സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു ബ്രദറെ, ഞാൻ ആ ഹോള് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞല്ലോ എന്റെ പാർക്കിങ്ങിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ആ ഹോള്. അതെ, പാർക്കിങ്ങിന്റെ കുറച്ച് കുറവുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ ഓർത്ത് വരുന്നുണ്ട്. ഒരു 60-70 പേർക്കാണ് അവിടെ സാധ്യമായിട്ടുള്ളത്. കൊക്കാല സെന്ററിലാണ്. അതെ ഒന്നൊന്ന് അന്വേഷിക്കുക. നിങ്ങൾക്ക് പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വണ്ടി വരുന്നവരുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാകണ്ട. മറ്റെന്തെങ്കിലും കിട്ടുമോ നോക്കുക, ഇല്ലെങ്കിൽ നമുക്കത് ക്രമീകരിക്കാം. IMA ഹോള് നോക്കിയിരുന്നു, പക്ഷെ അവിടെയും പാർക്കിംഗ് സൗകര്യം ഇല്ല. പിന്നെയുള്ളത് എടുക്കുന്നത് ടൗൺ ഹാളാണ്. ടൗൺ ഹാളില് ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൗൺ ഹാളില് ഗവൺമെന്റ് മീറ്റിംഗ് വരിക നമ്മൾ മാറിക്കൊടുക്കേണ്ട വരും. അങ്ങനത്തെ ഒരു ഡ്രോബാക്ക് ഉണ്ട് അതിന്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് എന്താ ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കാം. നമുക്ക് പറ്റുന്ന വല്ല YMC ഒക്കെ ഉണ്ടെന്ന് അന്വേഷിക്കുക. ഓളൊക്കെ ഒന്ന് അന്വേഷിക്കുവാണെങ്കിൽ നേരത്തെ ഒന്ന് പറയണേ. ഓക്കെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര് പറഞ്ഞു.
എന്റെ കാലിന് രണ്ടിനും മുപ്പൂറ്റിക്ക് എല്ല് വളർച്ചയാണെന്ന് ഡോക്ടർ പറഞ്ഞത്. മെഡിസിൻ എടുത്തിട്ട് കുറഞ്ഞില്ല. ഞാൻ 2-3 ദിവസം മുമ്പ് ഇഞ്ചക്ഷൻ എടുത്ത് 2 കാലിനും എടുത്ത് മാറുമെന്നുണ്ട്. അത് ചെയ്തിട്ടും കുറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ കൈവച്ച് കൽപ്പിച്ചിട്ടിരുന്നു. എനിക്ക് ചെരുപ്പ് വെക്കാതെ എനിക്ക് നടക്കാൻ പറ്റൂല, വേദനയാണ്. ഒരു പ്രത്യേകം ചെരുപ്പ് വന്നിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് എനിക്ക് മാറ്റമില്ല. ഞാനിപ്പോ പ്രാർത്ഥിച്ചിട്ടും ചെരുപ്പ് ഊരിയിട്ടും പുരക്കകത്ത് മുഴുവൻ ഓടി നടക്കി, എനിക്കൊരു കുഴപ്പമില്ല. ഇത് വലിയൊരു അത്ഭുതമാണ്. നിങ്ങൾ കേട്ടു നോക്കിയേ. കർത്താവിന്റെ ഒരു ഹല്ലേലൂയ എല്ലാവരും ഒരുമിച്ചൊന്ന് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. നിങ്ങൾ കേട്ട എല്ല് വളർച്ച ഉണ്ടെന്ന് പറഞ്ഞതാണ്. എല്ല് വളർച്ച ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ട ഡോക്ടർ അതിനകത്ത് ഇഞ്ചക്ഷൻ കൊടുത്തു, അതിനുവേണ്ടി പ്രത്യേകം ചെരുപ്പ് കൊടുത്തു. ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ സഹോദരി യേശുവിന്റെ നാമത്തിൽ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് കൈയെടുത്ത് വെച്ചു. യേശു അത്ഭുതം ചെയ്തിപ്പോ ഓടി നടക്കുക. സിസ്റ്ററെ, നേരത്തെ ഇങ്ങനെ ഓടാൻ പറ്റുമായിരുന്നോ? എന്തിയെ പോയ സഹോദരി? സിസ്റ്ററെ, നേരത്തെ ഇങ്ങനെ ഓടി നടക്കാൻ പറ്റുമായിരുന്നോ? ഓടി നടക്കാൻ പറ്റൂലായിരുന്നു. കേട്ടെ, ഇപ്പൊ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പം ആ വേദന യേശു എടുത്ത് മാറ്റി അല്ലേ? യേശു എടുത്ത് മാറ്റിയത് മാത്രമല്ല, ഞാൻ പുരക്കകത്ത് മുഴുവൻ ഓടി നടക്കണേന് ഇപ്പൊ ചെരുപ്പില്ലാതെ. എന്റെ ദൈവം, ഇത് എവിടെയാ? സ്ഥലം എവിടെയാ? നാട്ടിലെവിടെയാ? കേരളത്തില്? ഇത് കൊച്ചിയില് സഹോദരി തന്ന ഈ പ്രാർത്ഥനയുടെ ലിങ്ക് ഞാനിപ്പോ ഒരു 5-6 മാസമായിട്ട് കണ്ടോ. അപ്പൊ ഒരു സെല്ല സഹോദരി സിസ്റ്റർക്ക് ലിങ്ക് കൊടുത്തത് കൊണ്ട് സിസ്റ്റർക്ക് ഇപ്പൊ കണ്ടോ രോഗിയായി കിടക്കേണ്ടതാ. ഡോക്ടർ അതിന്റെ അകത്ത് മരുന്ന് കൊടുത്തിട്ട് മാറ്റം, എല്ല് വളർച്ചയാന്ന് പറഞ്ഞ വിഷയമാണ്. ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് മാറിയില്ല, പ്രത്യേകം ചെരുപ്പ് കൊടുത്തു. സെല്ല സഹോദരി സൂമിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു. ആ ലിങ്ക് വഴി എത്ര മാസം സിസ്റ്റർ പ്രാർത്ഥന കയറാൻ തുടങ്ങിയിട്ട്? 6 മാസം കൂടി ഇങ്ങനെ വചനം ഇങ്ങനെ കേട്ട് ഇന്നായിരുന്നു ആ സൗഖ്യത്തിന്റെ സമയം. കണ്ടു യേശുവിന്റെ അത്ഭുതം. കർത്താവിന് വേണ്ടി ഓടാൻ വേണ്ടിയാണ് യേശു സൗഖ്യമാക്കിയിരിക്കുന്നത് കേട്ടോ. നേരിട്ട് വരുമ്പം നമുക്ക് ഈ സാക്ഷ്യം പറയണം, പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം, സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ലോകം കാണണം യേശു ജീവിക്കുന്നതെന്ന്, ലോകം കാണണം. ഇത് ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷികളാണ് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ്, ഇത് വലിയ കാര്യം കേട്ടോ, വലിയ സാക്ഷ്യമാണ്. വലിയ വളർച്ചയാണ് തമ്പുരാൻ എടുത്തത്, മാറ്റിയിരിക്കുന്നത്. സിസ്റ്റർ ആ സംഭവം എടുത്ത് കർത്താവ് മാറ്റിയിരിക്കുന്നത് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അടുത്തയാള് ഹലോ ബ്രദറെ. അനീഷ് ബ്രദറെ, UK അനീഷ് ബ്രദറാണോ ഇത്? ഈസ്റ്റ് ഗാമി പ്രാർത്ഥനയുണ്ട് കേട്ടോ. ഈസ്റ്റ് ഗാമി കാണണം 20-ാം തീയതി. ആയിക്കോട്ടെ ബ്രദറെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എന്റെ മോന് ഡൽഹിയിലാണ്. അവിടെ തണുപ്പായ കാരണം ഭയങ്കര കഫക്കെട്ടും ഇതൊക്കെ ആയിരുന്നു. അപ്പൊ നാക്കിന്റെ നേരെ മുകളില് ഒരു നെല്ലിക്ക വട്ടത്തില് ഒരു ഉരുണ്ടുകൂടി ആദ്യം വേദന വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഉപ്പുവെള്ളം പിടിക്കാൻ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ് അവന് ഉപ്പുവെള്ളം പിടിച്ചു, വേദന കുറഞ്ഞു. പിന്നെ അവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അത് നീര് പോലെ കല്ല് പോലെ കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു മോനെ കൈ വെച്ചിട്ട് യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നു എന്ന് മോൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ വചനം പറഞ്ഞ് മോനും പ്രാർത്ഥിച്ചു. മോൻ തൊട്ട് മനസ്സിൽ വായിൽ വിരലിടുമ്പോ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി, അമ്മ എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്ന് എന്റെ മോൻ പറയാ, വൈകിട്ട് വിളിച്ചിട്ട് പറയാ, അമ്മേ ആ നീര് നെല്ലിക്ക പോലെ കിടന്നത് അത് ആ അണ്ണാക്കിന്റെ അവിടെ നാക്കിന്റെ മുകളിലുള്ള അവിടത്ത് നിന്ന് മാറിയെന്ന് പറഞ്ഞു. ഇത് സൗഖ്യമാണ്. ഇത് വലിയ സൗഖ്യം. നെല്ലിക്ക വലിപ്പത്തിൽ ഒരാളുടെ മുഴ വരുന്നുണ്ടെങ്കിൽ അത് എത്ര മരുന്ന് കഴിച്ചിട്ടും എടുത്തിട്ടൊന്നും മാറുന്നില്ല. അത് നമുക്കറിയാം. പ്രത്യേകിച്ച് മുഴയൊക്കെ വരുമ്പോൾ ഭയങ്കര അപകടം. പക്ഷെ എന്നാൽ യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരി എന്ത് ചെയ്തു? ഡോക്ടറുടെ പേരല്ല പറഞ്ഞു കൊടുത്തത്. ഞാൻ എപ്പോഴും പറഞ്ഞു മെഡിക്കൽ സയൻസ് തെറ്റാന്ന്, അവരെ എതിർക്കൊന്നുമല്ല. നമ്മുടെ മുമ്പിൽ സൗജന്യമായ ഒരു സാധ്യത കിടക്കുന്നു. യേശുക്രിസ്തുവിന്റെ വചനം മോന് പറഞ്ഞു കൊടുത്തു, കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പൊ പറയുവാണ് ഒരു മിനിറ്റ് മോൻ പറഞ്ഞു, അമ്മ ഇത് വല്ല ക്യാൻസർ ആണോ, ഡോക്ടറെ അടുത്ത് കാണിക്കണം. ഞാൻ പറഞ്ഞു ഡോക്ടർ, വലിയ ഡോക്ടർ നമുക്കുണ്ട്, അതുകൊണ്ട് മോൻ കൈ വെച്ച് പ്രാർത്ഥിക്കും, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശു വചനം പറഞ്ഞ പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. മോൻ മനസ്സിൽ പറഞ്ഞാൽ മതി, വിരൽ അങ്ങോട്ട് വെച്ചിട്ട് മനസ്സിൽ പറഞ്ഞ അമ്മ എവിടെ ഇരുന്നും പ്രാർത്ഥിക്കാം, മോനും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇന്ന് വിളിച്ചിട്ടാ പറഞ്ഞത് അമ്മ അതവിടെ കാണാനില്ല. യേശുവിന്റെ അത്ഭുതം, യേശുവിന്റെ അത്ഭുതമാണ്. നിങ്ങൾ കേട്ടത് ആശുപത്രി പോയതായിരുന്നെങ്കിൽ ഇപ്പം കാശും വെറുതെ പോയേനെ, എനിക്ക് ടെൻഷനും ആയേനെ എന്ന് പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇനി എന്ത് വന്നാലും മോൻ
കൈവച്ച് പ്രാർത്ഥിച്ചോണം, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെ ഇത് ദൈവം വലിയൊരു അത്ഭുതമായി സാക്ഷ്യമാണ് എന്ന് പറയും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. നിങ്ങൾ കേട്ടെ, നെല്ലിക്ക വലിപ്പത്തിൽ വായിക്കാത്തൊരു മുഴ വന്നു, അത് മാറുന്നില്ല, മാറാതെ ഭയം കൊണ്ടുവന്ന് പിശാച്ച് അത് ക്യാൻസർ ആയിരിക്കും നാം പറയാൻ തുടങ്ങി, ഭയപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ ദൈവമക്കൾ വചനം എന്ന വാൾ കൊണ്ട് വെട്ടിയപ്പോൾ ആ ഭയവും മാറി, രോഗവും മാറി, മുഴയും മാറിപ്പോയി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ഇതുപോലെ മോനോട് മാത്രമല്ല, അനേകരോട് പുറപ്പെട്ട് പറയുക, പുറപ്പെട്ട് പറയുക, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ. അടുത്തയാള് സാക്ഷ്യമുള്ളവർ ചെക്ക് ചെയ്ത്, നിങ്ങളെ ബോഡി ചെക്ക് ചെയ്ത്, ഇതുപോലെ മുഴകളൊക്കെ വിട്ടു. പറഞ്ഞു. ബ്രദറെ, എനിക്കാണെങ്കിൽ ഒരു മാസമായിട്ട് എന്റെ ചെവിയിൽ ഒരു കുരു ഉണ്ടായിരുന്നു. എന്റെ ചെവി അടഞ്ഞിരിക്കുവായിരുന്നേ. അന്നേരം അത് ഞാൻ ഇങ്ങനെ രണ്ടാഴ്ച മുമ്പ് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോ അത് പഴുത്ത് ഇൻഫെക്ഷനായി, ചെവി മൊത്തം പഴുപ്പായി, അത് കീറി പഴുപ്പെല്ലാം എടുത്തു കളഞ്ഞ് ആന്റിബയോട്ടിക് 5 ദിവസത്തേക്ക് തന്നു. എന്നിട്ട് അത് കഴിച്ചിട്ട് പഴുപ്പ് നിന്നില്ല, വീണ്ടും ചെല്ലണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അതിവേദനയിലൊക്കെ ഭാരപ്പെട്ടു. പക്ഷെ എന്റെ പഴുപ്പെല്ലാം പൂർണ്ണമായിട്ട് കുറഞ്ഞു. പിന്നെ ഇപ്പം പൂർണ്ണ സൗഖ്യം കിട്ടി. ഓ യേശുവിന്റെ നാമത്തെ കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. എന്റെ ബ്രസ്റ്റിലാണ് ഒരു തടിപ്പ് പോലെ വന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോ അത് പ്രാർത്ഥിച്ചു, അതും സൗഖ്യം തന്നു. അത് കഴിഞ്ഞ് എന്റെ മുട്ടയിൽ വേദനയായിരുന്നു, അതും സൗഖ്യം ദൈവം തന്നു. രോഗം അടിക്കടി വരുമ്പോ എന്റെ ദൈവം ഓരോന്നോരോന്നായിട്ട് സൗഖ്യം തരുന്നു. അതായത് ബ്രസ്റ്റിൽ ഞാൻ തടിപ്പായിട്ട് വന്നിരുന്നായിരുന്നു, മുഴ പോലെയോ? തടിപ്പായിട്ട്. ഇത് കഴിഞ്ഞപ്പോ 2-3 ദിവസം വേദനയെ ഉണ്ടായിരുന്നു. അതങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ച് മാറി. മുട്ടിന് വേദന ഉണ്ടായിരുന്നു, അതിന് ശേഷം വന്നോളെ നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു സിസ്റ്ററെ? അത് കഴിഞ്ഞ് അതിന്റെ ഇടയ്ക്ക് വന്നതാ. 3 ദിവസമായിട്ട് നടക്കാൻ വയ്യാതെ നടക്കുമായിരുന്നു, ചെറുതായിട്ട്. അതെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ച് അത് പിന്നെയും മാറി. ഓ കർത്താവ്, ഞങ്ങളുടെ അത്ഭുത കൃപയ്ക്ക് നന്ദി. പ്രിയ സഹോദരി പറഞ്ഞു കേട്ടില്ലായിരുന്നു, ആ മുട്ടിന് വേദന ഉണ്ടായിരുന്നു, മുഴയുണ്ടായിരുന്നു, അതെല്ലാം തടിപ്പും എല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. യേശു പൂർണ്ണ സൗഖ്യം കൊടുത്തു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിന്റെ സൗഖ്യത്തിന് നന്ദി. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ അധികാരമുള്ള നാമം. എന്തോ ബ്രദറെ, തൊണ്ടയില് തൈറോയിഡിന്റെ മുഴയാണ് ബ്രദറെ. ഒന്ന് കൈയെടുത്ത് വെച്ചോ സിസ്റ്റർ. യേശുവിന്റെ നാമത്തെ എന്റെ കൂടെ പറ, കർത്താവ് എന്റെ മുഴ ക്രൂശിൽ വഹിച്ചതാന്ന് പറ. കർത്താവിന്റെ മുഴ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. കർത്താവ് പറ, എന്റെ ഈ മുഴ, അങ്ങനെ തന്നെ പറ, എന്റെ ഈ മുഴ യേശു ക്രൂശിൽ വഹിച്ചതാ. ബൈബിൾ പറയുന്നു, സാക്ഷാൽ യേശു ക്രിസ്തു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. കർത്താവിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ മുഴയോട് കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അതിനെ വേരോടെ അത് പറഞ്ഞു പോട്ടെ. ഞങ്ങൾ ഇപ്പൊ കേട്ട 2 സാക്ഷ്യങ്ങളെയും ചേർത്ത് ഇപ്പോൾ കൽപ്പിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ വേരോടെ വിട്ടുമാറി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇസ്രായേൽ കൈവച്ച് ചെക്ക് ചെയ്തു, അത് യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ കർത്താവ് എനിക്ക് സൗഖ്യം തന്നതിന് നന്ദി തന്നെ പറഞ്ഞു കേട്ടോ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ടായിരുന്നേ. പറഞ്ഞു സിസ്റ്ററെ. ഞാനാണെങ്കിൽ ബുധനാഴ്ച ഫാസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞത് വേദനയുള്ള ഭാഗത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നിട്ട് കാലിന്റെ ചിരട്ടക്കണ്ണിന്റെ അവിടെ ആണെങ്കിൽ എപ്പോഴും ഇങ്ങനെ നീര് പോലെ ഇങ്ങനെ വരുവാണ്. അന്നേരം ഞാനാണെങ്കിൽ അവിടെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ടാണേലും ആ നീര് ചില ദിവസമൊക്കെ മാറി. ഇപ്പൊ 1 വർഷം കൊണ്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ കാലിന്റെ പൊത്തേക്ക് ഇങ്ങനെ ഒരു ഇച്ചിരി വീർത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പൊ മിനിഞ്ഞാന്ന് ഞാൻ ഇങ്ങനെ ബുധനാഴ്ച ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥിച്ചു, ഇത് കുറയുവാണെങ്കിൽ ഞാൻ നാളെ സാക്ഷ്യം പറയും. ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല, അത് മാറി. എനിക്ക് പരിപൂർണമായിട്ട് 1 വർഷം കൊണ്ട് എന്റെ ആ കാലിന്റെ ചിരട്ടക്കണ്ണിന് ഇങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ ഇപ്പുറത്തായിട്ട് ഇങ്ങനെ ഇച്ചിരി വീർത്ത് ഇങ്ങനെ ഇരിക്കും. ഭയങ്കര വേദനയായിരുന്നു എനിക്ക്. അപ്പൊ ഇന്നലെ എനിക്ക് ആ സാക്ഷ്യം, ഞാൻ അന്നേരം കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് മാറുവാണെങ്കിൽ ഞാൻ വ്യാഴാഴ്ച സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നലെ എനിക്ക് പറയാൻ പറ്റിയില്ല. കർത്താവിന്റെ അത്ഭുത. 1 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയായിരുന്നു. പ്രിയ സഹോദരി പറഞ്ഞു കേട്ടില്ല, അവിടെ നീര് വെക്കുമായിരുന്നു, വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയും, തീരുമാനം എടുത്ത ദിവസത്തിൽ ഞാൻ ദൈവത്തെ ഉയർത്തും. ഈ സാക്ഷ്യം പറയാന്ന് പറഞ്ഞാൽ ഞാൻ 2 കാര്യമാണ്. ഒന്ന്, ഞാൻ ദൈവത്തെ ഉയർത്തുന്നു, മഹത്വം ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടത് അവസരമാണ്. 2, ഒരു സാക്ഷി മറ്റൊരു സാക്ഷി ഉളവാക്കുന്നു. ഇപ്പൊ സിസ്റ്ററെ പൂർണ്ണമായി സൗഖ്യം അവിടെ ലഭിച്ചോ? ലഭിച്ചു. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്തയാള് പറഞ്ഞു. സെപ്റ്റംബർ മാസത്തില് ഞാൻ ഒരു അമ്മയെ ഇതുപോലെ വഴി വെച്ച് കണ്ടു, സ്വപ്നത്തിൽ കണ്ടു പറഞ്ഞില്ലേ. എന്നിട്ട് കാലത്ത് അമ്മേനെ കാണാനും പറ്റി.
അപ്പോഴാണ് അമ്മ പറഞ്ഞു എന്റെ തൊണ്ടയ്ക്ക് പിന്നെ ചെറിയ നമ്മൾ ചെറുതായിരിക്കുമല്ലോ, അവർക്ക് വലിയ പൊള്ളം പോലെ വന്നു പറഞ്ഞില്ലേ. ഇന്ന് ആ സെപ്റ്റംബർ മാസം കണ്ട ശേഷം അമ്മേനെ ഞാൻ അന്ന് കൈ വെച്ച് പ്രാർത്ഥിച്ചു. ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞു. അതിന് ടെൻഷൻ, നമ്മളെ ടെസ്റ്റിൽ നല്ല നോർമൽ ആവുമെന്ന് പറഞ്ഞു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് കണ്ട ശേഷം നല്ല മാറ്റം വന്നു. ഇന്ന് കണ്ടു. ആ സെപ്റ്റംബറിൽ കണ്ട ശേഷം ഇന്ന് കണ്ടു. ഞാൻ പാല് വാങ്ങാൻ, സൊസൈറ്റി പാല് വാങ്ങാൻ വീട്ടിൻ്റെ അവിടെ നിന്നപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 12-ാം തീയതിക്കാണ് ഞാൻ അഡ്മിറ്റ് ആയത് ഹോസ്പിറ്റലിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ആയിരുന്നു, ഒരു 9 ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് അറിഞ്ഞില്ല മോളെ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇന്നും ഞാൻ ആ വേദന എങ്ങനെയുണ്ട് ചോദിച്ചാൽ കംപ്ലീറ്റ് അവിടെ പൂർണ്ണമായും മാറി. നന്ദി കർത്താവ്, അങ്ങ് അത്ഭുതം ചെയ്ത് കൃപയ്ക്ക് പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ ആ നേരത്തെ കർത്താവ് കാണിച്ചതാണ് ആ വ്യക്തിനെ. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഇന്ന് പൂർണ്ണ സൗഖ്യമായെന്ന് കേൾക്കുവാനും സാക്ഷ്യം കർത്താവ് കേൾപ്പിച്ചു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ അത്ഭുത കരത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇനി ഉപയോഗിക്കട്ടെ ശക്തമായിട്ട് കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് വേഗത്തിൽ പറഞ്ഞു, ചുരുക്കമായിട്ട് സാക്ഷ്യം. പറഞ്ഞു. ഹലോ, ബ്രദർ. ഇന്നലത്തെ ഒരു പ്രവചനം ഞാൻ ഏറ്റെടുക്കാൻ വേണ്ടിയായിരുന്നു. തോമസ് എന്ന് പറയുന്ന എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ്. പിന്നെ എന്റെ ഹസ്ബൻഡ് ജനിച്ചത് November 16 അപ്പൊ അതിന്റെ അകത്ത് ബ്രദർ പറഞ്ഞത് സജി എന്ന് പറയുന്നത്. അപ്പൊ സജി എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ ഒരു പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് തന്നിട്ട് പിന്നെ ആ പ്രോപ്പർട്ടി വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ച് ഞങ്ങളുടെ അഡ്വാൻസ് വാങ്ങിച്ചായിരുന്നേ. അപ്പം ആ ആലോചന ഞങ്ങൾ ഏറ്റെടുക്കുവാണ്. യേശുവിന്റെ നാമത്തിൽ ആ വ്യക്തിയെ കർത്താവ് ഇടപെടാൻ വേണ്ടി പോ കേട്ടോ. വലിയൊരു പ്രവർത്തിക്ക് വേണ്ടി ദൈവം ഒരു കൈ കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ലില്ല, എയർലൈനിൽ വല്ലതും പ്രയർ റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നോ ഈ പേരൊക്കെ പറഞ്ഞുകൊണ്ട്? ഇല്ലില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കർത്താവിന്റെ അത്ഭുതം നടക്കാൻ വേണ്ടി പോട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും വേഗത്തിൽ ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ കാല്, ഈ വലത്തെ കാലിന്റെ തള്ളവരിൽ കുത്തിപ്പഴുത്ത് ഭയങ്കര നീരും പഴുപ്പുമായിരുന്നു. അന്നത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെ അന്നേരം വൈകിട്ട് വിറവുമായിരിക്കും. ആ കാല് എന്ന് തടിയേലിടിച്ച് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അന്നേരം പ്രാർത്ഥന സമയത്തും ആ കാലിൽ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബ്ലഡ് അങ്ങ് നിന്നു. പിന്നെ ശനിയാഴ്ച ആയപ്പോഴത്തേന് അത് പൂർണ്ണ സൗഖ്യം തന്നു. ആമേൻ. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും പറഞ്ഞു? ഹലോ, പറഞ്ഞു. എന്നിട്ട് ആ അമ്മൂമ്മക്ക് കഴുത്തിന്റെ അവിടെയാണ് വേദന പറഞ്ഞേ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞു, അതുപോലെ മരിച്ചവര് കുട്ടിയില്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു എന്റെ ദൈവം എന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഇതിന്റെ അടുത്തുള്ള സൗഖ്യമാകുന്നു. ആരോഗ്യത്തോടെ കഞ്ഞിയൊന്നും കുടിക്കാൻ ആദ്യമാണ് എന്ന് പറഞ്ഞു. ടെൻഷൻ ആവണ്ട, എല്ലാം മാറിപ്പോ. നിങ്ങൾ ഇനി എന്നാ നിങ്ങൾ വീട്ടിലേക്ക് വരിക വെച്ചപ്പോ ഞാൻ വരാൻ മോളെ, എന്റെ അടുത്ത് വന്നിട്ട് വേണം എനിക്ക് കഞ്ഞി കുടിക്കാനും വരും. ശരി, നിങ്ങൾ വന്നോളി, എപ്പോ വേണമെങ്കിൽ വരാം, കഞ്ഞി കുടിക്കാനും പറ്റും. അതിനുള്ളിൽ നിങ്ങളെല്ലാം മാറിപ്പോകുന്നു പറഞ്ഞാൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു ബ്രദറിന് തിരിച്ചേക്ക്. ഒരു അത്ഭുതം അവിടെ പ്രവർത്തിക്കും. എനിക്ക് നല്ലൊരു വിശ്വാസം. തീർച്ചയായിട്ടും കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റുന്ന സിസ്റ്റർ. നമ്മളെ ഈ ദിവസങ്ങളിൽ കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും. യേശുവിന്റെ അത്ഭുതകാരം അവിടെ തൊടുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ പെട്ടെന്ന് പറഞ്ഞു. ഹലോ ബ്രദർ. എന്തോ എന്റെ കാതിൽ നിന്നൊരു സ്വരം ഇങ്ങനെ എപ്പോഴും വന്നിട്ടിരിക്കുക. 5 വർഷമായി, ഇതുവരെ അത് മാറിയിട്ടില്ല. എന്തോ സിസ്റ്റർ കേൾക്കുന്നേ? കാതിൽ നിന്നൊരു സ്വരം, അങ്ങനെ ഒരു സ്വരം വന്നിട്ടിരിക്കുക. കൈയെടുത്തു വെച്ചു. യേശുവിന്റെ നാമത്തിൽ കൈയെടുത്തു വെച്ചു. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പിക്കുന്നപ്പ കർത്താവെ, പ്രിയമകളെ അലട്ടുന്നതാണെങ്കിൽ ഇത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുന്നോട്ടത് യേശുവിന് അതിൽ ഭാവിയിൽ അത് പ്രിയമകൾക്ക് എന്തെങ്കിലും വിരോധമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഭാരമായി നിൽക്കുന്നത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവിന്റെ കൃപ വ്യാപരിക്കട്ടെ, അത്ഭുതം വ്യാപരിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് എടുത്ത് മാറ്റിക്കുന്നോട്ടെ സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ബ്രദറെ, എനിക്കൊരു സാക്ഷിയല്ല, ഞാൻ ബ്ലഡ് കൗണ്ടിന്റെ കാര്യം പറഞ്ഞതായിരുന്നു. ഞാനിപ്പം 3 വർഷം കൊണ്ട് ഈ ബ്ലഡ് കൗണ്ടിൽ രോഗിയായിരിക്കുന്നു. ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഒരാഴ്ചത്തേന് എനിക്ക് 5000 രൂപയുടെ ഗുളികയാണ് വേണ്ടി. അപ്പം ഇതിന് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ രോഗമാണ് തലയ്ക്ക് വേദന, BP കൂടുന്നു.
ഇതെല്ലാം എനിക്ക് ഭയങ്കര ഭാരമായിട്ടുണ്ട്. ഞാൻ ബ്രദറിന് ഇങ്ങനെ മെസ്സേജ് അയച്ചും പ്രാർത്ഥനയിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ഈ രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി ബ്രദർജി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഇന്ന് കൽപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരി പറഞ്ഞ ഒരാഴ്ചയിൽ അത്രയും പൈസയുടെ ആവശ്യമുണ്ട്. എന്നാൽ ഒരു പൈസയും കൂടാതെ ബൈബിൾ പറഞ്ഞ സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. ഇപ്പോൾ ഞങ്ങൾ കൽപ്പിക്കുന്ന ബ്ലഡിലെ കൗണ്ടിനെ പിടിച്ചുകെട്ടുന്നു. യേശുക്രിസ്തുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. അത്ഭുത കരം അവിടെ സംഭവിക്കട്ടെ അപ്പ. യേശുവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നപ്പ. അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി, സൗഖ്യമാക്കിയ കൃപയ്ക്ക് നന്ദി, യേശുവിന്റെ അധികാരം ദാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വലിയ സാക്ഷ്യമായിട്ട് തമ്പുരാൻ്റെത് മാറ്റിയിരിക്കുന്നു. വലിയ പ്രവർത്തിക്കായിട്ട് കർത്താവ് അവിടെ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് എനിക്കറിയാം ഒത്തിരി സാക്ഷി ഇനിയും കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് നാളെ വുമൻസ് മീറ്റിംഗ് ഉണ്ട് രാവിലെ വൈകുന്നേരം 3:30 ഇന്ത്യൻ സമയം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിന്റെ ലിങ്കുകൾ നിങ്ങൾക്ക് നമ്മുടെ സെയിം ലിങ്ക് തന്നെയാണ്, പക്ഷെ ഒന്നും കൂടെ അത് അഡ്രസ്സ് ചെയ്ത് അയക്കുന്നതായിരിക്കും. കർത്താവിന്റെ